നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻപുരയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ആണ്ട് ജൂൺ മാസം 24 തീയതി, 1200 ആണ്ട് മിഥുനം 10. ഇന്നത്തെ നക്ഷത്രം രോഹിണി. രാഹുകാലം എല്ലാവരും ശ്രദ്ധിക്കുക, 3 മുതൽ വൈകിട്ട് 3 മണി മുതൽ 4:30 വരെയാണ് രാഹുകാലം. അത് ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യം. ഒപ്പം ഇത് പറഞ്ഞുകൊണ്ട് പുത്തൻപുരയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട ഒരു പുലരി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയവും ഒക്കെയും ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, എല്ലാ ദിവസവും എല്ലാവരും ഓരോ പുതിയ പുലരി സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണരുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്, അതിനുവേണ്ടി ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ജീവിതം എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളത് ഞാനിപ്പോൾ നെഗറ്റീവായിട്ട് പറയുകയല്ല രാവിലെ തന്നെ. പക്ഷേ നമുക്കറിയാം, ഇന്ന് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള നഴ്സ്, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിത മാത്രമല്ല, വിമാനത്തിലുണ്ടായിരുന്നവരായിക്കോട്ടെ, ആ വിമാനം വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവൻ നഷ്ടപ്പെട്ട മറ്റുള്ളവരാകട്ടെ, എല്ലാവരുടെയും ഒരുപാട് പ്രതീക്ഷകളുമായി ഒരു ദിവസം തുടങ്ങിയതായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി പറന്നുയർന്നവരായിരുന്നു. അവരുടെയൊക്കെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് രഞ്ജിതയുടെ മൃതദേഹം കൊണ്ടുവരുന്ന ഈ സാഹചര്യം ആണ് ഇന്നത്തെ പുലരിയിൽ നമുക്ക് ആദ്യം പറയാനുള്ളത്. പക്ഷെ മറ്റു വാർത്തകളൊക്കെയും നമുക്ക് നോക്കേണ്ടതുണ്ട്. പ്രധാന വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകണം. നമുക്കറിയാം, രാജ്യാന്തര തലത്തിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതടക്കം വാർത്തകളെല്ലാം വിശദമായി നമുക്ക് നോക്കാം. തലക്കെട്ടുകളിലേക്ക് ആദ്യം പോകാം. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലെന്ന് ഡൊണാൾഡ് ട്രംപ്. 24 മണിക്കൂറിനകം നടപ്പാക്കുമെന്ന അവകാശവാദം. തീരുമാനം ഖത്തറിന്റെ മധ്യസ്ഥതയിലെന്ന സൂചന. ഇസ്രായേൽ ആദ്യം വെടിനിർത്തട്ടെ എന്ന് ഇറാനിൽ വൻ സ്ഫോടനങ്ങളെന്ന് റിപ്പോർട്ട്. ഖത്തറിൽ ശാന്തത. വ്യോമപാത തുറന്നു. ദുബായ് വിമാനത്താവളവും പൂർവ്വസ്ഥിതിയിൽ. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് അറബ് രാഷ്ട്രങ്ങൾ. രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. പത്തനംതിട്ട പുല്ലാട് സ്കൂളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട്. നിലമ്പൂർ പരാജയത്തിൽ ഞെട്ടൽ മാറാതെ CPM. തിരിച്ചടിയായി ഭരണവിരുദ്ധ വികാരം. വർഗീയ പ്രചാരണങ്ങളിൽ ക്ഷീണം മറയില്ലെന്ന് പിണറായി വിരുദ്ധ ചേരി. സുധാകരന് അപ്രഖ്യാപിത വിലക്ക്. CPM അടിയന്തരാവസ്ഥാ പരിപാടിയിലേക്ക് ക്ഷണമില്ല. ജയിൽവാസം അനുഭവിച്ചയാൾ പടിക്ക് പുറത്ത്. 50ാം വാർഷികാചരണം മുൻമന്ത്രിയുടെ വീടിന് തൊട്ടടുത്ത്. ആലപ്പുഴയിൽ CPIയിൽ ഗ്രൂപ്പ് പോര് അതിരൂക്ഷം. ജില്ലാ സെക്രട്ടറിക്കെതിരെ കരുനീക്കവുമായി മറുപക്ഷം. ജില്ലാ സമ്മേളനം 27-ന്. മഴയെങ്ങും പോയിട്ടില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്തു പെയ്തേക്കും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. മെസ്സിക്ക് ഇന്ന് പിറന്നാൾ. ആശംസകൾ നേർന്ന് കായിക ലോകം. ആഘോഷമാക്കാൻ ആരാധകർ. ലീഡ്സ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇംഗ്ലണ്ടിന് വിജയം. 350 റൺസ് അകലെ. 4ാം ദിനം വിക്കറ്റ് നഷ്ടപ്പെടാതെ 21 റൺസ്. ഋഷഭ് പന്തിന് 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറി. പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കമന്റ് ബോക്സിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാതം നേർന്നുകൊണ്ട് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്കറിയാം, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരും മൃതദേഹം ഏറ്റുവാങ്ങാൻ
എത്തിയിട്ടുണ്ട്. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും ഒപ്പം ഇന്ന് പൊതുദർശനം നടക്കാനിരിക്കുന്ന പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ നിന്ന് മിഥുൻ മുരളിയും പുല്ലാട്ട് വീട്ടിൽ മിഥുൻ അയ്യപ്പനും ഉണ്ട്. നമുക്ക് ശാലിനിയിലേക്ക് പോകാം. ശാലിനി, നമുക്കറിയാം ഒരുപക്ഷെ രഞ്ജിത എന്നൊരാളെ നമ്മൾ അറിയുന്നത് ഈ മരണത്തോടെയാണ്. ചിലരങ്ങനെയാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു അവർക്കിനി നല്ലൊരു തരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടൊരു യാത്രയയപ്പ് നൽകേണ്ടതുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അർഹിക്കുന്ന ആദരം നൽകുന്നതിനായി പ്രധാനപ്പെട്ട ആളുകളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം വീട്ടിൽ നിന്നും വീട്ടുകാരുമൊക്കെ എത്തിയിട്ടുണ്ടാകണം. വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഈ വിമാനാപകടത്തിന് ശേഷം രഞ്ജിത അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിന് ശേഷമൊക്കെ നാടും നാട്ടുകാരും അതിനുശേഷം രഞ്ജിത അതിലുണ്ട് എന്നതിനറിഞ്ഞതിന് ശേഷം നമ്മളുമൊക്കെയും കടന്നു പോകുന്നത്. എന്താണ് അന്തരീക്ഷം? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം അത്തരത്തിൽ ഒരു അന്തരീക്ഷം, കണ്ണീർ നിറഞ്ഞ അല്ലെങ്കിൽ കണ്ണീർ തളം കെട്ടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പത്തനംതിട്ടയും പുല്ലാട് പ്രദേശവും കടന്നു പോകുന്നത്. സമാനമായി തന്നെയാണ് കേരളത്തിൻ്റെ ഓരോ അമ്മമാരുടെയും മനസ്സുകളും വേദനിക്കുകയും ചെയ്യുന്നത്. കാരണം നമുക്കറിയാം പ്രവാസ ലോകത്ത് ഒരുപാട് നേഴ്സുമാരുണ്ട്, പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഒരുപാട് ആൺമക്കളുണ്ട്. അങ്ങനെ അവരെയൊക്കെ യാത്രയാക്കി കണ്ണീരണിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അവർ സമാധാനത്തോടെ ഉറങ്ങുന്നത് അവരുടെ ഒരു ഫോൺ സംഭാഷണം അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജൊക്കെ വരുമ്പോഴാണ്. പക്ഷേ ഈ ഒരു വിയോഗ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നു. ഒപ്പം തന്നെ 11 ദിവസങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദിൽ നടന്ന ആ വിമാന അപകടത്തിൽ ഒരു മലയാളിയും യാത്ര ചെയ്തിരുന്നു ആ വിമാനത്തിൽ എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ അത് വളരെ ഞെട്ടലോടെ തന്നെയാണ് കേരള സമൂഹം കേട്ടത്. പിന്നീടാണ് അതിൽ ഉണ്ടായിരുന്നത് മലയാളി പത്തനംതിട്ട സ്വദേശിനിയാണെന്നും അത് രഞ്ജിതയാണെന്നുമുള്ള സ്ഥിരീകരണം വന്നത്. ഒരുപക്ഷെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആരാണ് രഞ്ജിത എന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ പുല്ലാട്ട് പ്രദേശത്തുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന രഞ്ജിത ഇന്ന് ലോകത്തിൻ്റെയും നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ കണ്ണീരായി മാറുകയാണ്. എന്തായാലും അല്പസമയത്തിനകം 11 ദിവസത്തെ കാത്തിരിപ്പിന് ഒടുവിൽ അവസാനമായി കേരളത്തിലേക്ക് അല്ലെങ്കിൽ അവസാനമായി പുല്ലാട്ട് ദേശത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക് രഞ്ജിത എത്താൻ പോവുകയാണ്. രഞ്ജിതയെ യാത്രയാക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ, യാത്രാമൊഴി നൽകാൻ നാട് കാത്തിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ എത്തിച്ചിട്ടുള്ള രഞ്ജിതയുടെ മൃതദേഹം അല്പസമയത്തിനകം പുറത്തേക്ക്, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ടേബിളിൽ രഞ്ജിതയുടെ മൃതദേഹം എത്തിക്കും. അതിനുശേഷം സംസ്ഥാന സർക്കാരിന് വേണ്ടി സർക്കാർ പ്രതിനിധികളായി മന്ത്രി വി ശിവൻകുട്ടി, ഒപ്പം തന്നെ മന്ത്രി GR അനിൽ എന്നിവർ കൂടെയുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയാണ് സർക്കാരിന് വേണ്ടി സർക്കാർ പ്രതിനിധിയായി ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. കുടുംബാംഗങ്ങളുണ്ട്, രഞ്ജിതയുടെ അടുത്ത ബന്ധുക്കൾ ഇവിടെയുണ്ട്. കൂടാതെ തന്നെ CPM-ൻ്റെയും BJP-യുടെയും ഒക്കെ തന്നെ സംസ്ഥാന നേതാക്കന്മാരോടുണ്ട്. CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഇവിടെയുണ്ട്. ഒപ്പം തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെയുണ്ട്. BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് ഇവിടെയുണ്ട്. കൂടാതെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും ഇവിടെയുണ്ട്. അവരുടെയൊക്കെ ഒരു പൊന്നോമനയായി, അവരുടെയൊക്കെ ഒരു മകളായി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാനാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം ഏറ്റുവാങ്ങാനായി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇവർ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും അഹമ്മദാബാദിൽ പൂർത്തീകരിച്ചത്. ആദ്യം സഹോദരൻ്റെ സാമ്പിൾ അവിടെ സഹോദരനെ അവിടെ എത്തിച്ച് സാമ്പിൾ ശേഖരിച്ച് DNA പരിശോധന നടത്തി. പക്ഷേ ആദ്യ പരിശോധനയിൽ സഹോദരൻ്റെ DNA-യുമായി രഞ്ജിതയുടെ സാമ്പിൾ മാച്ചായിരുന്നില്ല, രഞ്ജിതയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് അമ്മയുടെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടൊരു DNA പരിശോധനാ ഫലം അവിടെ നടത്തുകയും ഏറ്റവും ഒടുവിലായി ആ ഒരു സാമ്പിൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളതിന് ശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഹമ്മദാബാദിൽ നിന്നും ആ ഒരു പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബന്ധുക്കൾ ആ മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തു. എയർ ഇന്ത്യയുടെ തന്നെ പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ, ഏകദേശം 11 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ മൃതദേഹം അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഔദ്യോഗികമായി പുറത്തേക്ക് കൊണ്ടുവന്ന് സർക്കാർ പ്രതിനിധികളെ ഏറ്റുവാങ്ങി, കുടുംബം ഏറ്റുവാങ്ങി വിലാപയാത്രയായി ഇവിടെ നിന്ന് പുല്ലാട്ടേക്ക് കൊണ്ടുപോകും. 10 മണിയോടുകൂടി പുല്ലാട് മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മൃതദേഹം എത്തിച്ചാൽ ഉടൻ തന്നെ മറ്റ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മൃതദേഹം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള
ടേബിളിലേക്ക് മൃതദേഹം അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തിക്കുകയും ചെയ്യും. സർക്കാർ പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഏറ്റുവാങ്ങൽ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികളാണ് ഇത് ഏറ്റുവാങ്ങാൻ പോകുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. മന്ത്രിമാർ ആയ വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ GR അനിലും പുഷ്പചക്രം അർപ്പിക്കും ഈ മൃതദേഹത്തിൽ. എന്തായാലും മൃതദേഹം എത്തിയിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വേദനാജനകമായ കണ്ണീർ തളം കെട്ടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെയൊക്കെ സഹോദരിയായ നമ്മുടെയൊക്കെ കൂടപ്പിറപ്പായ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ആ വീടിൻ്റെ അത്താണിയായി മാറിയ ഒരു പെൺകുട്ടി ലാസ്റ്റ് അവരുടെ അവസാന നിമിഷത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവസാന യാത്രയിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം വീട് നോക്കാൻ, കുടുംബത്തെ നോക്കാൻ, 2 കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെയായി വിദേശത്തേക്ക് നഴ്സിംഗ് ജോലിക്കായി പോയതാണ്. പിന്നീട് സ്വപ്നം 28-ാം തീയതി, ഈ മാസം 28-ാം തീയതി വീട് വെച്ചിട്ട് ആ വീടിൻ്റെ ചെറിയ തോതിലൊരു പാലുകാച്ചൽ കർമ്മം നടത്തി വീട്ടിലേക്ക് കയറി രഞ്ജിതയുടെ മൃതദേഹം വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ആദരം, സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൻ്റെ ഔപചാരികമായ ചടങ്ങുകളൊക്കെയാണ്. ശാലിനി തുടർന്നോളൂ. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മൃതദേഹം അങ്ങനെ നമ്മൾ സൂചിപ്പിച്ച ടേബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. രഞ്ജിതയുടെ ചിത്രം പതിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചിത്രം അതിലൊട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാരായ GR അനിലും ഒപ്പം തന്നെ വി ശിവൻകുട്ടിയും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. അവരുടെ ആദരം, സർക്കാരിൻ്റെ ആദരം ഇവിടെ അറിയിക്കും. അതിനുശേഷം ചെറിയൊരു പൊതുദർശനം ഇവിടെ കൂടിയിട്ടുള്ള വളരെ ചുരുക്കം ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ സർക്കാർ പ്രതിനിധികൾ, മറ്റ് ബന്ധുക്കളടക്കമുള്ളവർ ചെറിയ രീതിയിലുള്ള ആദരം അർപ്പിക്കും. അതിനുശേഷം വിലാപയാത്രയായി ഇവിടെ നിന്നും പുല്ലാടേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞു നിർത്തിയെടുത്തുന്നത് തുടങ്ങുകയാണെങ്കിൽ വീടിൻ്റെ അത്താണിയായി, വീട് നോക്കാനായി നാടും നഗരവും വിട്ട് ലണ്ടനിലേക്ക് പോയതാണ് രഞ്ജിത. കുറേ വർഷം UAE ജോലി ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ബെറ്ററായിട്ടൊരു ജോലി എന്ന നിലയിലാണ് ലണ്ടനിലേക്കുള്ള ജോലി തിരഞ്ഞെടുക്കുകയും അവിടെ പോവുകയും ഒക്കെ തന്നെ ചെയ്തത്. മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിന് ഭാഗത്തു നിന്നുള്ള ആദരം അർപ്പിക്കുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി CPMൻ്റെ MA ബേബി ആദരം അർപ്പിച്ചു. ഒപ്പം തന്നെ MV ഗോവിന്ദൻ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, മന്ത്രി GR അനിൽ അടക്കമുള്ളവർ പുഷ്പചക്രം അർപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആദരം, അനുശോചനമൊക്കെ അറിയിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയായി BJPയുടെ സംസ്ഥാന സെക്രട്ടറി S സുരേഷ് അഡ്വക്കേറ്റ് ഉണ്ട്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. തിരുവഞ്ചൂരിന് വേണ്ടിയിട്ടുള്ള പുഷ്പചക്രം, ബൊക്കെയും ഒക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർക്കാരിൻ്റെ ഔദ്യോഗിക ആദരം അല്ലെങ്കിൽ ഔദ്യോഗിക അനുശോചനം ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾക്ക് ഇനി വിട്ടു നൽകുന്ന മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ നിന്നും പുല്ലാട്ടേക്ക് പുറപ്പെടുകയും ചെയ്യും. എന്തായാലും വേദനയോട് കൂടിയാണ് ഓരോരുത്തരും നിൽക്കുന്നത്. ഓരോരുത്തരുടെയും കണ്ണിൽ, ഓരോരുത്തരുടെയും മനസ്സിലൊക്കെ ആ വേദന നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. കാരണം വളരെ ചെറിയ പ്രായമാണ്. വളരെ ചെറിയ പ്രായത്തിൽ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നാടും നഗരവും വിട്ട് കുടുംബം നോക്കാനായി പോയത്. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നാട്ടിലെ തനിക്ക് ലഭ്യമായ സർക്കാർ ജോലിയിൽ ആ ഒരു ഡിസ്പെൻസറിയിൽ ജോലിക്ക് പ്രവേശിക്കാനായിട്ടുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. അതിനുള്ള പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി അവസാനമായി ലണ്ടനിലേക്ക് പോയി തിരികെ മടങ്ങാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആ ഒരു അവസാന യാത്ര രഞ്ജിതയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അവസാന യാത്രയായി, വിമാനയാത്രയായി മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കയോടെയും വേദനയോടും കൂടിയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരു നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ട് നൽകാൻ പോവുകയാണ്. എന്തായാലും അല്പസമയത്തിനകം നമുക്കറിയാം ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുല്ലാട്ടേക്ക് മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള നടപടിക്രമങ്ങൾ. അധികം വൈകാതെ തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് സർക്കാരും ഒപ്പം തന്നെ പ്രതിനിധികളും കടക്കുകയും ചെയ്യുക. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ മൃതദേഹം ഇപ്പോൾ തന്നെ ഈ ആംബുലൻസിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആംബുലൻസിലേക്ക് ആംബുലൻസിൽ കയറ്റിയതിന് ശേഷമാണ് പുല്ലാട്ടേക്കുള്ള വിലാപയാത്ര പോവുകയും ചെയ്യുന്നതിലും വളരെ വേദനാജനകമായ, വളരെ വിഷമം നിറഞ്ഞ, കണ്ണീർ നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാർഗോ ഗേറ്റ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അത്രയധികം കണ്ണീരിവിടെ തളം കെട്ടിക്കിടപ്പുണ്ട് എന്നുള്ളതാണ്. രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമ്പോൾ അത് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മൃതദേഹം അങ്ങനെ എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റാനായി കൊണ്ടുപോയിരിക്കുകയാണ്. ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം
ആംബുലൻസിൽ കയറ്റി നടപടികൾ പൂർത്തീകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുകയും ചെയ്യും. എന്തായാലും വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. ഒരു മലയാളി പോലും ആ അപകടത്തിൽ ഉണ്ടാകരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് അതിലൊരു മലയാളി ഉണ്ട് എന്നുള്ള യാത്രാ വിവരങ്ങൾ രഞ്ജിതയുടെ പുറത്തേക്ക് വരുന്നത്. രഞ്ജിത ജി നായരുടെ ടിക്കറ്റ് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പിന്നീട് വളരെ വേദനയോട് കൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും തള്ളി നീക്കിയത്. കാരണം യാതൊരു രീതിയിലുള്ള ആപത്തും ഉണ്ടാകരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവും ഈ ഒരു അപകടത്തിൽ നമുക്ക് കേൾക്കേണ്ടി വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നിടത്താണ് രഞ്ജിതയുടെ വിയോഗ വാർത്ത നമ്മൾ കേട്ടത്. എന്തായാലും ആ വിയോഗം നാടിന് ഉൾക്കൊള്ളാനായിരുന്നില്ല, വീട്ടുകാർക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല. ഈ നിമിഷവും നാടത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക. എന്തായാലും ആ ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി 11 ദിവസത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെടും. ഇവിടെ നിന്ന് നേരെ പുല്ലാട്ടേക്കാണ് പോകുന്നത്. പുല്ലാട് വിവേകാനന്ദ സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ എത്തി അവിടെ പൊതുദർശനമുണ്ട്. പൊതുദർശനം പൂർത്തീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. അതിനുശേഷം അതിനുശേഷം പുല്ലാട്ടെ വീട്ടിലേക്ക് രഞ്ജിത ജി നായർ വെച്ച അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി അവർ പണി കഴിപ്പിച്ച വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക. അവിടെ പൊതുദർശനമുണ്ട്. പൊതുദർശന ശേഷം വൈകിട്ട് 5 മണിക്ക് അകം തന്നെ എല്ലാ രീതിയിലുള്ള ചടങ്ങുകളും പൂർത്തിയാക്കി സംസ്കാരം പൂർത്തീകരിക്കാനാണ് കുടുംബാംഗങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത്. 2 ബന്ധുക്കളാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹത്തിനോടൊപ്പം ഇവിടെ നിന്നും അനുഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ കുടുംബത്തെ, ആ കുട്ടികളെ എങ്ങനെ ആശ്വസിപ്പിക്കും നാടൊന്നാകെ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് നിൽക്കുന്നത്. കാരണം ചെറിയ പ്രായത്തിലുള്ള മക്കളാണ്, കുഞ്ഞു മക്കളാണ്, അമ്മയെ കണ്ട് കൊതിതീരാത്ത മക്കളാണ്, മക്കളെ കണ്ട് കൊതിതീരാത്തൊരു അമ്മയാണ്. അപ്പോൾ അവരുടെയൊക്കെ സങ്കടം അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല. കാരണം ഇനി അവർക്ക് തണലായി, അമ്മയ്ക്ക് തണലായി, വയോധികയായ അമ്മയ്ക്ക് തണലായി മക്കളില്ല എന്നുള്ളൊരു കാര്യം ഉൾക്കൊള്ളാൻ ഈ നിമിഷവും ആ കുടുംബാംഗങ്ങൾക്ക് ആയിട്ടില്ല. കാരണം അത്രയധികം കാത്തിരിപ്പുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയെല്ലാം വിഫലമായി. ഇന്നിപ്പോൾ ആ മൃതദേഹം ഔദ്യോഗികമായി ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. യാത്രയയപ്പ് നൽകുകയാണ് രഞ്ജിതയ്ക്ക് നാടൊന്നാക്കിയ വീണ. ശാലിനി വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ മൃതദേഹം പുറപ്പെടുകയാണ് പുല്ലാട്ടേക്ക്. രഞ്ജിതയുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രതീക്ഷകളുമായാണ് പുല്ലാട്ട വീട്ടിൽ നിന്ന് രഞ്ജിത യാത്ര തിരിച്ചത്. പക്ഷേ അഹമ്മദാബാദിൽ ആ വിമാന ദുരന്തത്തിലെല്ലാം തകർന്നടിഞ്ഞു, കത്തിക്കരിഞ്ഞില്ലാതായി എന്ന് പറയുന്നതാണ് ശരി. പക്ഷേ ശാലിനി സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും രഞ്ജിത നാട്ടിൽ വരികയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൾ മറ്റൊരിടത്തുണ്ട്, അമ്മ മറ്റൊരിടത്തുണ്ട്, മകൾ മറ്റൊരിടത്തുണ്ട് എന്നൊക്കെ കരുതി വിശ്വസിച്ചിരുന്ന, നിരന്തരം രഞ്ജിതയുമായി ബന്ധപ്പെട്ടിരുന്ന അമ്മയും 2 മക്കളും ഇതുവരെയും അവരത് വിശ്വസിച്ചിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ രഞ്ജിതയുടെ മൃതദേഹം കൊണ്ടുവരുന്നത് വരെ. ഇത് കണ്ടു കഴിയുമ്പോൾ അവർ ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. തങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒപ്പം മകൾ നഷ്ടപ്പെട്ട വേദന ആ അമ്മയും അങ്ങേയറ്റം തിരിച്ചറിയും. ആ നാടും ആ യാഥാർത്ഥ്യം ഇന്ന് ഉൾക്കൊള്ളും. നോക്കൂ, രഞ്ജിതയെ ഈ കാലം കൊണ്ട് മാത്രം അറിയാവുന്ന നമുക്ക് പോലും ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ വീട്ടുകാരെങ്ങനെയായിരിക്കും ആ വേദന സഹിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. രഞ്ജിതയുടെ മൃതദേഹം അല്പസമയത്തിനകം ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി നേരെ പുല്ലാട്ടേക്കാണ് എത്തിക്കുന്നത്. പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പൊതുദർശനം ഉണ്ടാവുക. മിഥുൻ മുരളി നമുക്ക് അവിടെ നിന്നും ചേരുന്നുണ്ട്. മിഥുൻ, ജന്മനാടിന് വിട പറയാനുള്ള സമയമാണ്. ഏറ്റവും സങ്കടകരമായ മുഹൂർത്തമാണ്. മിഥുൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിൽക്കുന്നവർക്ക് പോലും, രഞ്ജിതയെ ഈ വാർത്തയിലൂടെ മാത്രം അറിയാവുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് പോലും ഈ ഒരു സാഹചര്യം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ജന്മനാട്, ഒപ്പം ബന്ധുക്കൾ, എല്ലാവരും എങ്ങനെയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ആ നാട് കാത്തു നിൽക്കുന്നത്? ഒപ്പം പുല്ലാട്ട് ഈ ഭൗതിക ശരീരം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങുന്നുണ്ടോ? പ്രതിനിധികൾ ഉണ്ടാകുമോ? എങ്ങനെയാണ് അവിടെ മറ്റു നടപടിക്രമങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിസ്സഹായാവസ്ഥയിലാണ് ഈ നാടും നാട്ടുകാരുമെല്ലാം. കാരണം ആ കുഞ്ഞു മക്കളെയും രഞ്ജിതയുടെ പ്രായമായ അമ്മയും എല്ലാം എങ്ങനെ ആശ്വസിപ്പിക്കും, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഈ വാർത്ത, ഈ സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഈ കാര്യം കേട്ടപ്പോൾ മുതൽ ഈ നാടും നാട്ടുകാരും രഞ്ജിതയുടെ ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളും എല്ലാം ഉള്ളത്.
ഈ കഴിഞ്ഞ നാളിൽ രഞ്ജിത ഇവിടെ എത്തിയപ്പോൾ ഈ നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും അടുത്തവരോടും എല്ലാം വളരെ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം സംസാരിച്ച് ഇനി മടങ്ങിയെത്താം എന്ന് പറഞ്ഞ് മടങ്ങിയ രഞ്ജിതയുടെ ജീവനറ്റ ശരീരമാണ് ഇനി ഇവിടേക്ക് എത്തുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും നാടിന് സാധിച്ചിട്ടില്ല. രഞ്ജിത പഠിച്ച വിദ്യാലയത്തിലാണ് ആദ്യം ഈ മൃതദേഹം എത്തിക്കുക. ഭൗതിക ശരീരം ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം ഇവിടേക്ക് എത്തിക്കും. രഞ്ജിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ നാട് മുഴുവൻ കണ്ണീരോടുകൂടി ആ ജീവനറ്റ ശരീരം ഇവിടേക്ക് എത്തുമ്പോൾ ഒരു നോക്കുകൊണ്ട് രഞ്ജിതയ്ക്ക് ഇവിടെ നൽകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ നാട് നേരത്തെ പറഞ്ഞതുപോലെ അത് വാക്കുകൾക്ക് അതീതമാണ് പറയാൻ. അത്രയും ദുഃഖാർദ്രമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ നിന്നുള്ള രഞ്ജിതയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും എല്ലാം നിർത്തി കണ്ണീരോടുകൂടി ആ ജീവനറ്റ ശരീരം ഇവിടേക്ക് എത്തുമ്പോൾ ഒരു നോക്ക് അന്തിമോപചാരം അർപ്പിച്ച് രഞ്ജിത യാത്രയാക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് മാറിയിരിക്കുകയാണ്. ഈ നാട് രാവിലെ 10 മണിയോടുകൂടി ഇവിടേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാരിൻ്റെ അന്തിമോപചാരം അർപ്പിക്കും. 1:30 വരെയാണ് ഈ സ്കൂളിൽ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനമുണ്ടാവുക. 1:30 വീട്ടിലേക്ക് ഇവിടുന്ന് തൊട്ടടുത്താണ് 2 കിലോമീറ്റർ മാത്രം മാറിയാണ് രഞ്ജിതയുടെ വീടുള്ളത്. അവിടേക്ക് മൃതദേഹം കൊണ്ടുപോകും. 1:30 മുതൽ വൈകിട്ട് 4:30 വരെ അവിടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കും. 4:30 ചടങ്ങുകൾ ആരംഭിക്കും. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി 4:30 ശേഷം മൃതദേഹം സംസ്കരിക്കും. അവിടെ വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചകൾ ആയിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ കാണാൻ കഴിയുക. ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലേക്കായിരിക്കും ഈ നാട് പോവുക. എന്തായാലും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നാട് വിങ്ങുകയാണ്, തേങ്ങുകയാണ്. ഇനി തങ്ങളോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം വരെ UK നിന്നും എത്തി ഇനി ഉടനെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് കുഞ്ഞുങ്ങളോടും അമ്മയോടും ഒപ്പം വീട്ടിൽ കഴിയണം. സ്വന്തം നാട്ടിൽ കോഴഞ്ചേരിയിൽ ഉള്ള ആ ജോലി, സർക്കാർ ജോലി ചെയ്തുകൊണ്ട് ഇനി നാട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു പോയ രഞ്ജിത ഇനി ആ ജീവനില്ലാത്ത ശരീരമായാണ് ഇവിടേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഇതുവരെയും ഇവിടെയുള്ള നാട്ടുകാർക്കും ബന്ധുക്കൾക്കും രഞ്ജിതയുടെ പ്രിയപ്പെട്ടവർക്കും തങ്ങളുടെ നാടിൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത. എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു. എല്ലാവരോടും വളരെ സൗഹൃദപൂർവ്വമായിട്ടുള്ള സമീപനമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു രഞ്ജിത. അതുകൊണ്ട് തന്നെ കണ്ണീരോടുകൂടിയാണ് ഈ കഴിഞ്ഞ നാളുകളിലും എല്ലാം രഞ്ജിതയെ ഈ നാട് ഓർത്തെടുക്കുന്നത്. ഈ സ്കൂളിൽ ഈ പൊതുദർശനത്തിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ശേഷം ഇവിടേക്ക് ഭൗതികദേഹം എത്തിക്കുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ മറ്റു കാര്യങ്ങളുമെല്ലാം ഇവിടെ പുരോഗമിക്കുകയാണ്. മൃതദേഹം ഏറെ സമയവും വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വെക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിലെല്ലാം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങൾ വീട്ടിലെത്തി രഞ്ജിതയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അവർക്കൊപ്പം ചേരുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഭൗതികദേഹം ഇവിടെ എത്തിക്കുന്ന ദിവസവും വലിയ തിരക്ക്, വലിയ ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ഇവിടേക്ക് എത്തി രഞ്ജിതയ്ക്ക് കണ്ണീർ പ്രണാമം അർപ്പിക്കും. ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ എല്ലാം ക്രമീകരണങ്ങളൊക്കെയാണ് ഇപ്പോഴും ഇവിടെ അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിരിക്കും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് രഞ്ജിത പഠിച്ച് വളർന്ന രഞ്ജിത ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെല്ലാം കടന്നുപോയ ആ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് രഞ്ജിതയുടെ ആ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് 3-4 മണിക്കൂറോളം വൈകിട്ട് ഉച്ചയ്ക്ക് 1:30 വരെയുള്ള സമയത്ത് പൊതുദർശനം ഉണ്ടാകും. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഈ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ മറ്റ് ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെയുള്ള സമീപത്തുള്ള സ്കൂളിനും ഈ ഇപ്പോൾ പൊതുദർശനം നടത്തുന്ന ശ്രീ വിവേകാനന്ദ സ്കൂളിനും തൊട്ടപ്പുറത്ത് ഉള്ള സ്കൂളിനുമെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ക്രമീകരണങ്ങളോടുകൂടി തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭാഗത്താണ് രഞ്ജിതയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കുക. സ്കൂളിൻ്റെ തിരുമുറ്റമാണ് രഞ്ജിത പഠിച്ചു വളർന്ന ആ സ്കൂളിൻ്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ ആ പന്തലിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ട അവസാനവട്ട ക്രമീകരണങ്ങളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടുന്ന് പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം കൊണ്ടുപോകുന്നത് രഞ്ജിതയുടെ ഏറെ നാളത്തെ സ്വപ്നമായ ആ പണിതീരാത്ത വീട്ടിലേക്കാണ്. പണി പൂർത്തിയാക്കി ഈ 28-ാം തീയതി
വീടിൻ്റെ പാലുകാച്ചൽ നടത്തി അമ്മയെയും കുഞ്ഞുങ്ങളെയും ആ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് രഞ്ജിതയുടെ വലിയ സ്വപ്നമായിരുന്നു. 80% പണി ആ വീടിൻ്റെ പൂർത്തീകരിക്കുകയും ചെയ്തു. 28-ാം തീയതി പാലുകാച്ചൽ ചടങ്ങ് നടത്തി 2 മുറികളെങ്കിലും വാസയോഗ്യമാക്കി അവിടേക്ക് അമ്മയും കുഞ്ഞുങ്ങളെയും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു രഞ്ജിത. ഇത്തവണ നാട്ടിലെത്തിയപ്പോഴും തൻ്റെ വേണ്ടപ്പെട്ടവരോട് ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടുള്ള കാര്യങ്ങളും അവസാനവട്ട മിനുക്കുപണികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചതിന് ശേഷമായിരുന്നു രഞ്ജിത നാട്ടിൽ നിന്ന് പോവുകയും ചെയ്തത്. അങ്ങനെ ആ ഒരു സ്വപ്നമായിട്ടുള്ള രഞ്ജിതയുടെ ഏറെ നാളത്തെ സ്വപ്നമായിട്ടുള്ള തൻ്റെ വീട് എന്നുള്ള ആ വലിയ സ്വപ്നം വളരെ പഴക്കം ചെന്ന ഓടിട്ട ഒരു വീടാണ് രഞ്ജിതയ്ക്കുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ വീട് വെച്ചത്. ആ വീടിൻ്റെ ഒരു അമ്മയും കുഞ്ഞുങ്ങളോടുമൊപ്പം താമസിപ്പിക്കുക എന്നുള്ള വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിത വിട പറഞ്ഞത്. എന്തായാലും ഇവിടെ ഇപ്പോൾ സ്കൂളിൽ രഞ്ജിതയുടെ സ്കൂളിൽ അവസാനവട്ട ശരി മിഥുൻ, അർഹിക്കുന്ന ഒരു ആദരം നൽകി വേണം രഞ്ജിതയെ യാത്രയാക്കാൻ. അതുകൊണ്ട് തന്നെ രഞ്ജിത പഠിച്ച സ്കൂളിൽ ഒരുക്കങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഏറെ സങ്കടകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ആദരം നൽകി ഭൗതിക ശരീരം ഏറ്റുവാങ്ങി പുല്ലാട്ട വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ആംബുലൻസ്. 2 മണിക്കൂർ സമയമെടുക്കും. 10 മണിയോടുകൂടി 3 മണിക്കൂറിന് ശേഷം 10 മണിയോടുകൂടിയാണ് പുല്ലാട്ട് ഈ ഭൗതിക ശരീരം എത്തിച്ചേരുക. തുടർന്ന് രഞ്ജിനി പഠിച്ച സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. വീട്ടിലും പൊതുദർശനത്തിന് ശേഷമാണ് വൈകിട്ട് 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മിഥുൻ മുരളി ചേരുന്നുണ്ട് ഈ സ്കൂളിൽ നിന്ന്. മിഥുൻ, എല്ലാവർക്കും വലിയ വിഷമം. എങ്ങനെയാണിത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം രഞ്ജിതയെ അറിയാവുന്ന നാട്ടുകാരാണ്. നമ്മളൊക്കെ ഇതുവരെ അറിയാതിരുന്ന ആളുകളാണ്. പക്ഷെ അറിയാവുന്ന ആളുകൾക്ക് യാത്ര പറഞ്ഞവൾ പോകുമ്പോൾ ഏറെ സന്തോഷത്തോടെ തിരിച്ചു വരുന്നത് കാത്തിരുന്നവൾ. ആ വീട് മിഥുൻ സൂചിപ്പിച്ചു. ആ വീട് ഏകദേശം 80% പണി തീർന്നു. വളരെ പെട്ടെന്ന് തിരിച്ചു വന്നൊരു ചടങ്ങ് നടത്താനിരുന്നതാണ്, ഗൃഹപ്രവേശം നടത്താനിരുന്നതാണ്. പക്ഷേ ആ ചടങ്ങിലേക്ക് രഞ്ജിത ഇപ്പോൾ തന്നെ നാട്ടുകാരെയൊക്കെ ക്ഷണിച്ചിട്ടും ഉണ്ടാകാം. എങ്ങനെ ആ വീട്ടിലേക്ക് കടന്നു വരും എന്നറിയാത്ത ആളുകൾ കൂടി ഉണ്ടാകും. വലിയ വിഷമത്തിലായിരിക്കാം അവിടെയുള്ളവർ. മിഥുൻ അത് വിവരിച്ചു വരികയായിരുന്നു. പറയൂ. വീണ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറെ നിസ്സഹായാവസ്ഥ എന്ന് പറയാം. ഓരോ മനുഷ്യരെയും അവിടെ എത്തുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തുന്ന മനുഷ്യരുടെ എല്ലാ മുഖത്ത് നിസ്സഹായതയാണ്. എങ്ങനെ ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും രഞ്ജിതയുടെ 2 മക്കളെയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചൂടനും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതകയും ഈ 2 കുഞ്ഞുങ്ങളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എത്തുന്ന ആളുകളെല്ലാം തന്നെ. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, തങ്ങളുടെ അമ്മ തിരികെ എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ ഇനി ഞങ്ങളുടെ അമ്മ തിരികെ എത്തില്ല, ഈ ലോകത്തില്ല എന്നും എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയായിരുന്നു എല്ലാ മനുഷ്യരുടെയും മുഖത്ത് തളം കെട്ടിയിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. നാടിപ്പോഴും രഞ്ജിതയുടെ ഈ ഒരു ദുഃഖവാർത്ത ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ഈ മാസവും ഇവിടേക്ക് എത്തിയപ്പോൾ 6 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് എത്തിയപ്പോഴും വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയപ്പോഴും എല്ലാം ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയാണ്, ഇനി ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തും, അമ്മയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം നാട്ടിലുണ്ടാകും, സർക്കാർ ഉദ്യോഗത്തിൽ തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത നാട്ടിൽ നിന്നും പോയത്. വളരെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല ഭേദപ്പെട്ട ഒരു ജീവിത സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ സർക്കാർ ഉദ്യോഗം ലഭിച്ചെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എങ്ങനെ ഈ കുട്ടികളെ നമ്മൾ ഈ യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കും എന്ന് നമുക്കറിയില്ല. അവർക്ക്
അവർക്ക് ഇനി എന്ത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു പ്രായമാണ് എന്ന് നമുക്കറിയാം. മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന്. മിഥുൻ മുരളിയോട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ നാട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെ ദുഃഖം താങ്ങാൻ കഴിയുന്നു എന്നുള്ളത്. മിഥുൻ അയ്യപ്പൻ, മിഥുനും ഇതേ ഒരു സാഹചര്യത്തിലായിരിക്കാം. രഞ്ജിതയുടെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തുമ്പോൾ 2 കുഞ്ഞുങ്ങൾ, നമ്മൾ അവരോട് എന്തു പറയും? ഈ ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. ഒപ്പം അമ്മ, മകൾ തണലാകും എല്ലാ കാലവും എന്ന് കരുതിയ അമ്മ, ഏകദേശം പണി പൂർത്തിയായി കിടക്കുന്ന ആ വീട് എല്ലാം അവിടെ ബാക്കി നിർത്തിയാണ് രഞ്ജിത തിരിച്ചു വരുന്നത് ചേതനയേറ്റ്. വിവരങ്ങൾ മിഥുൻ. തീർച്ചയായിട്ടും വീട, നമുക്ക് ഈ ഒരു ദുരന്ത വാർത്ത, ഈ അപകട വാർത്ത അറിഞ്ഞ അതേ നിമിഷം മുതൽ ഈ നാടെല്ലാം അങ്ങ് തരിച്ചിരിക്കുകയായിരുന്നു. കാരണം രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർക്കെല്ലാം അറിയാം, ഒരു ജീവിതത്തോട് പടവെട്ടിയ ഒരു വ്യക്തിത്വമാണ് രഞ്ജിത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലാണെങ്കിലും പഠനത്തിലുമെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ മികച്ചു നിൽക്കുകയും വളരെ കഷ്ടപ്പെട്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ സർക്കാർ ജോലി കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് ഒരു വിവാഹവും, പക്ഷെ അതിന് പിന്നാലെ ആ ഒരു ബന്ധം വേർപിരിയലുമെല്ലാം വളരെ ധൈര്യപൂർവ്വം തന്നെ അവർ അത് മറികടന്നു. ആ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് ജീവിതത്തിൻ്റെ കരു പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം അവരെ തേടിയെത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോരാളിയുടെ വീഴ്ച എന്ന് പറയുന്നത് ഈ നാടിനെ ഒന്നാകെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ രഞ്ജിതയാണ് നമുക്ക് പല സുഹൃത്തുക്കളുമായി ഈ വിവരവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നത്, ഇത്തരത്തിലൊരു മലയാളി ഇത്തരത്തിൽ ഈ വിമാനാപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴും രഞ്ജിതയാണ് എന്ന് പേരുകൾ പുറത്തു വന്ന നിമിഷം പോലും അത് ഞങ്ങൾ അറിയുന്ന രഞ്ജിതയാകരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം തന്നെ വിഫലമായിരുന്നു. അവസാനം 11 ദിവസങ്ങൾക്ക് ശേഷം, അപകടത്തിൻ്റെ 11 ദിവസങ്ങൾക്ക് ശേഷം ഈ മൃതദേഹം തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്പോൾ ആ വീട്ടിലേക്കുള്ള മടക്ക യാത്രയിലാണ്. ഈ വീട് രഞ്ജിതയെ കാത്തിരിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നില്ല എന്നുള്ളത് കാണാം. കാരണം നമുക്കറിയാം, എനിക്ക് പുറകിൽ കാണുന്ന ആ വീട് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വീടാണ്. അല്പ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവിടേക്ക് കയറി താമസം നടത്തേണ്ടതാണ്. ആ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പക്ഷേ 2 മുറികൾ മാത്രം പണി പൂർത്തിയാക്കിക്കൊണ്ട് തൻ്റെ മക്കളെയും അമ്മയും അതിനകത്തേക്ക് താമസം മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും വിദേശത്തേക്ക് തിരിച്ചു പോയി മറ്റ് സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർത്ത് വീടിൻ്റെ പണി പൂർണ്ണമായി പൂർത്തിയാക്കിയതിന് ശേഷം മടങ്ങി വരണമെന്നുള്ളതൊക്കെയായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിലേക്ക് തിരികെ എത്താൻ പോകുന്നത് രഞ്ജിതയുടെ ചേതസറ്റ ശരീരമാണ് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള വിവരം. നമുക്കറിയാം, ഈ വിവരം അറിഞ്ഞ മുതൽ തന്നെ ഈ കുട്ടികളെല്ലാം തന്നെ തകർന്ന നിലയിൽ തന്നെയായിരുന്നു. കാരണം ഈ തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിവരം ഈ കുട്ടികൾ കേട്ടത് അവരുടെ മനസ്സിനെ ആകെ ഉലച്ചു കളഞ്ഞിരുന്നു. അവരുടെ സഹപാഠികൾ, സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടെ എത്തുമ്പോഴും ആ സങ്കടം അണപൊട്ടി ഒഴുകുന്നതും ഒപ്പം തന്നെ അതിലേക്ക് ആ കുഞ്ഞു കരങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ജനം ടി വിയിലൂടെ പ്രേക്ഷകരൊട്ടാകെ കണ്ടതാണ്. അവരെ കണ്ണീരൊപ്പാനും അവരെ വാരിപ്പുണരാനും ആ കുട്ടികൾ തന്നെ രംഗത്തെത്തിയത് വളരെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കരുതലിൻ്റെ കൂടി കാഴ്ചയായി ആ കാഴ്ചകൾ മാറി. ഏതായാലും ഇപ്പോൾ ആ രഞ്ജിതയെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ബന്ധുക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉറപ്പിക്കാനും അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കാനുമായി വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ തിരക്കായിരുന്നു. നമുക്കറിയാം, ആദ്യം ഈ വീട്ടിലേക്ക് ഓടിയെത്തിയ ഒരാൾ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. ഈ അപകടം നടന്ന ദിവസം തന്നെ ഈ വീട്ടിലേക്ക് എത്തി പൂർണ്ണമായിട്ടുള്ള പിന്തുണയും എല്ലാ നടപടികളും എല്ലാ നടപടികളും വേഗത്തിലാക്കുമെന്നും അതുപോലെ തന്നെ എല്ലാ പിന്തുണയും ഉണ്ടെന്നും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സംരക്ഷണവും നിങ്ങൾക്കുണ്ടാക്കുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടുന്ന് മടങ്ങിയത്. അതിന് തൊട്ട് ദിവസം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോട് എത്തുകയും എല്ലാ വിധത്തിലുള്ള
പിന്തുണ നൽകുകയും ഒപ്പം തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വിവിധ ആളുകൾ, പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തി അവർക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. വിവിധ മത നേതാക്കളും സംഘടനാ നേതാക്കളുമെല്ലാം ഇവിടെ എത്തിയിരുന്നു. അത്തരത്തിൽ ഈ നാടൊട്ടാകെ ഈ ദുരന്തത്തിൽ അവരെ വീണു പോകാതിരിക്കാൻ താങ്ങി പിടിക്കുകയാണ് ഈ നാട് ഒന്നാകെ. ഈ നാട് മാത്രമല്ല, മലയാളികൾ ഒന്നാകെ ഈ രഞ്ജിതയുടെ ഈ വേർപാടിൻ്റെ ദുഃഖത്തിനൊപ്പം ചേരുകയാണ് ഇന്ന്. ഏതായാലും രഞ്ജിത പഠിച്ച സ്കൂളിലേക്കാണ് മൃതദേഹം എത്തിക്കുന്നത്. അവിടെ ആ സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ മകൻ ഇന്ദുചൂടനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അവിടെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരികയും മന്ത്രി വി എം വാസവൻ അടക്കമുള്ളവർ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി അവർക്കൊപ്പം ഉണ്ടാകും, വീട്ടിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഈ വീട്ടിലേക്ക് പുറത്തു നിന്നുള്ള ആരും എത്തിച്ചേർന്നിട്ടില്ല. ഒരുപക്ഷെ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് മുടക്കി ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ഈ സ്ഥലത്തേക്ക് കൂടി ആളുകൾ കൂടുതൽ എത്തിച്ചേരും. ഇവരുടെ ഈ സംസ്കാര ചടങ്ങുകളിൽ നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ ഈ നാടൊട്ടാകെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കാത്തിരിക്കുകയാണ്. ശരി മിഥുൻ, നമുക്ക് ഭൗതിക ശരീരം പുല്ലാട്ടേക്ക് എത്തിക്കുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു വരാം. അശാന്തം പശ്ചിമേഷ്യ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണ. 3 ഘട്ടമായി 24 മണിക്കൂറിനകം സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനാകും യുദ്ധവിരാമം ആരംഭിക്കുകയെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിച്ചത് ഖത്തറാണ് എന്നാണ് സൂചന. എന്നാൽ നിലവിൽ വെടിനിർത്തൽ കരാർ ഇല്ലെന്നും ഇസ്രായേൽ ആദ്യം വെടിനിർത്തലിന് തയ്യാറാകണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഐസൺ ജോസ് ചേരുന്നു ആ വിവരങ്ങളുമായി. ഐസൺ, വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ്, പക്ഷെ അതിനുശേഷവും വെടിയൊച്ചകൾ കേൾക്കുന്നു, സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ആദ്യം നടപടിയെടുക്കട്ടെ എന്ന് ഇരുപക്ഷവും നിലപാടെടുക്കുന്നു. പക്ഷേ ഇറാന്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇനി തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ ഇറാൻ എത്രത്തോളം ഉണ്ട് എന്നതുകൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ എന്താണിപ്പോൾ? വീണ, തീർച്ചയായും തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും സൈനിക നടപടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്നൊരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യത്തെ 6 മണിക്കൂറിൽ പരസ്പരം അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ഈ വെടിനിർത്തലിന്റെ ധാരണയുടെ പ്രാഥമിക ഘട്ടം. 3 ഘട്ടങ്ങളിൽ പ്രാഥമിക ഘട്ടമായി അതാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ടെഹ്റാനിൽ നടന്ന ആക്രമണവും അതുപോലെ തന്നെ ഇറാന്റെ പല മേഖലകളിലും നടന്നിട്ടുണ്ട് ആക്രമണം. ചില മിസൈലുകൾ എല്ലാം തന്നെ പതിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ ആദ്യത്തെ 6 മണിക്കൂറിലാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം. ഏതെങ്കിലും നടപടികളുണ്ടെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു 6 മണിക്കൂറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അങ്ങിങ്ങായി ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 6 മണിക്കൂറിന് ശേഷമുള്ള 12 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നടപ്പാക്കണം. ശേഷം വെടിനിർത്തൽ ഇറാൻ നടപ്പാക്കണം. സ്വാഭാവികമായും 12 മണിക്കൂറിന് ശേഷം അടുത്ത വെടിനിർത്തൽ ഇസ്രായേലും നടപ്പാക്കണമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരുന്നത് ട്രംപ്. ഈ വെടിനിർത്തൽ നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു നിലപാടിന്റെ ഭാഗമായി ഈ ആദ്യത്തെ 6 മണിക്കൂർ കടന്നു പോകുന്നു. ഇനി അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് യഥാർത്ഥ വെടിനിർത്തലിന്റെ നടപടിക്രമങ്ങൾ എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അടുത്ത വെടിനിർത്തലിന്റെ ഭാഗമായി പ്രാഥമികമായ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കേണ്ട സമയമാകുന്നേ ഉള്ളൂ എന്നതാണ് കൃത്യമായ സൂചന. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ആക്രമണം ഉണ്ടായപ്പോൾ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇറാനോടാണ് അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ അമേരിക്കയുടെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ആദ്യം ഇസ്രായേൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ്. തീർച്ചയായും വെടിനിർത്തൽ നടപ്പാക്കുന്നത് ആദ്യം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് ഇറാൻ പറയുമ്പോഴും അവസാനത്തെ ആക്രമണം തുടങ്ങി വെച്ചത്, അതായത് മറ്റൊരു രാജ്യത്തെ അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഖത്തറിലെ അൽ ഖൈദ വിമാനത്താവളത്തിലേക്ക്, ആ വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളമായാണ്. അവിടെ സൈനികരുണ്ട്, ഏതാണ്ട് 10,000-നടുത്ത് അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിവരം. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ആക്രമണം നടത്തിയത് ഇറാനാണ്. ഇറാൻ ആ നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. അതായത് ഒരു മൂന്നാം കക്ഷിയായി നിലനിന്ന അമേരിക്ക ആക്രമണം നടത്തിയെങ്കിൽ കൂടി അതിന്റെ മറ്റൊരു മേഖലയിൽ, അമേരിക്കയുടെ മറ്റൊരു സൈനിക കേന്ദ്രത്തിലേക്ക്
അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയ നടപടിയുടെ ഭാഗമായാണ് ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ആദ്യം വെടിനിർത്തൽ നടപ്പാക്കേണ്ടത് ഇറാനാണെന്ന് അമേരിക്ക പറയുന്നതിന്റെ യുക്തിയും ഇത് തന്നെയാണ്. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറല്ല എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ഈ നിർണായക ഘട്ടം ആദ്യത്തെ 6 മണിക്കൂർ കടന്നു പോകുന്നു. അധികം താമസിയാതെ ആദ്യത്തെ 6 മണിക്കൂർ കടന്നു പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആദ്യത്തെ 1-2 മണിക്കൂറിനുള്ളിൽ ഏറിയാൽ 1 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ 6 മണിക്കൂർ കടന്നു പോകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ഈ വെടിനിർത്തലിനുള്ള സാധ്യത നടപ്പാകേണ്ടതുണ്ട്. അതിനുള്ള സമയ കാലഘട്ടം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകളെല്ലാം നടന്നതും ഖത്തർ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തു. പ്രധാനമന്ത്രിയോട് നേരിട്ട് ഇടപെടണമെന്ന് JD വാൻസും ഡൊണാൾഡ് ട്രംപും അഭ്യർത്ഥിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് അടിയന്തരമായി ഖത്തറിന്റെ അമീർ ഇക്കാര്യത്തിൽ ഇടപെടുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ഈ നടപടികളെല്ലാം തന്നെ ശക്തമായി തുടരുമെന്നും അമേരിക്ക അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അറിയാനും സാധിക്കുന്നത്. വെടിനിർത്തൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള തുടർ നടപടികളിലോട് സഹകരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 24 മണിക്കൂർ സമ്പൂർണ്ണമായ വെടിനിർത്തൽ ഉണ്ടാവുകയും ഈ 12 ദിവസമായി തുടരുന്ന ഈ സംഘർഷത്തിന് ശാശ്വത സമാധാനം അല്ലെങ്കിൽ ശാശ്വത സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമെന്നാണ് ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഐസൻ, ഈ 3 ഘട്ടമായി 24 മണിക്കൂറിനകം സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ആദ്യം ആര് വെടിനിർത്തും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് 24 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ വെടിനിർത്തൽ എന്നുള്ളതാണ്. ഇതിന് മധ്യസ്ഥം വഹിച്ചിരുന്നു ഖത്തർ. പക്ഷേ ഇനി വീണ്ടും അങ്ങോട്ട് തുടർ ചർച്ചകൾ 24 മണിക്കൂറിനകം പ്രതീക്ഷിക്കാമോ? വെടിനിർത്തലാണ് ഇനി പ്രധാനമായും നടക്കേണ്ടത്. വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ ഒരു നയപരമായ ഒരു തീരുമാനം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, അതായത് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അത് ചർച്ചകളിലൂടെ മറ്റൊരു രാജ്യവുമായി, അതായത് ഖത്തറുമായുള്ള ചർച്ചകളിലൂടെ, ഖത്തർ തന്നെയാണ് മധ്യസ്ഥം വഹിച്ചത്, ഇറാന്റെ കാര്യത്തിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ അറിയിക്കുകയും എന്നാൽ അത് തള്ളുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ആ മധ്യസ്ഥ രാജ്യത്തിന്റെ ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. അത് ആ നീക്കത്തെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നയപരമായ നീക്കം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ സേനാ വിന്യാസം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, പ്രതിരോധത്തിന്റെ ഭാഗമായി പല മേഖലകളിലും കൃത്യമായി സൈന്യത്തെ വിന്യസിക്കുക, അത്തരത്തിലുള്ള നിരവധിയായ നടപടികൾ സൈനിക നീക്കങ്ങളുടെ ഭാഗമായി നടക്കും. അത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായുള്ള കൃത്യമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ടാകും. ആ നീക്കങ്ങൾ നടന്നതെല്ലാം തന്നെ പിൻവലിക്കുന്നതിനും അനുബന്ധമായ പ്രവർത്തനങ്ങൾക്കുമാണ് ആദ്യത്തെ 6 മണിക്കൂർ അനുവദിച്ചിട്ടുള്ളത്. ഈ സ്വാഭാവികമായും പല ലക്ഷ്യങ്ങളും, അതായത് വെടിനിർത്തൽ നടപ്പായാൽ മറ്റേതെങ്കിലും രീതിയിൽ ആക്രമിക്കാനുള്ള സൈനിക സംവിധാനങ്ങൾ ശത്രു രാജ്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ, പരസ്പരം ബോധ്യപ്പെടുന്ന ശത്രു കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സ്വതന്ത്രമായി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു അവകാശം കൂടി നൽകിയിട്ടുണ്ട് ഈ 6 മണിക്കൂറിൽ എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്രമണം നടത്തുകയും ചെയ്തത് ഇസ്രായേൽ എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും സൈനിക മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ വെടിനിർത്തൽ നടപ്പായതിനു ശേഷവും പലപ്പോഴും ഇത്തരത്തിൽ ആക്രമണം തിരിച്ചുണ്ടാകുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വെടിനിർത്തൽ, അത് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിലൊക്കെ തന്നെ അത്തരത്തിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരം എന്തെങ്കിലും നടപടികൾ ഉണ്ടെങ്കിൽ ആ നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള 6 മണിക്കൂറാണ് നൽകിയിരിക്കുന്നത്. അവിടെ 6 മണിക്കൂറിന് ശേഷം ഇറാൻ വെടിനിർത്തൽ നടപ്പാക്കുകയും 12 മണിക്കൂറിന് ശേഷം വീണ്ടും ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് കടക്കുകയും ചെയ്യുക. അങ്ങനെ ഏതാണ്ട് 24 മണിക്കൂറിനകം, അതായത് 2 രാജ്യങ്ങളും 12 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പൂർണ്ണമായും അഗ്രി ചെയ്യുകയും സ്വാഭാവികമായും ഈ ഒരു കൂളിംഗ് ടൈം എന്ന രീതിയിൽ 6 മണിക്കൂർ ലഭ്യമാക്കുകയും ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വെടിനിർത്തലിലേക്ക് നീങ്ങാൻ ഇനി വൈകരുത് എന്ന നിർദ്ദേശം തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഐസൺ. അതേസമയം ഖത്തറിലെ അൽ ഉദൈദ് സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച വ്യോമപാതകൾ തുറന്നു. ഗൾഫ് രാജ്യങ്ങൾ എന്ന വിവരമാണ് ഏറ്റവും പുതുതായി നൽകാനുള്ളത്. സുരക്ഷ കണക്കിലെടുത്താണ് വ്യോമപാതകളും വിമാനത്താവളങ്ങളും താൽക്കാലികമായി നേരത്തെ അടച്ചിരുന്നത്. ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഷിൻസ്, ഈ വ്യോമപാതകൾ വീണ്ടും തുറന്നതോടെ ഇനി വളരെ പെട്ടെന്ന് തന്നെ വ്യോമഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് ആകുമോ? അതാദ്യം. വീണ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചത്. സുരക്ഷ കണക്കിലെടുത്തായിരുന്നു തീരുമാനം.
കേരളത്തിൽ നിന്നടക്കമുള്ള വിമാനങ്ങൾ ഈ സാഹചര്യത്തിൽ റദ്ദാക്കിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതോടെ വ്യോമപാതകളും വിമാനത്താവളങ്ങളും അർദ്ധരാത്രിയോടെ തന്നെ തുറക്കുകയായിരുന്നു. വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ചില വിമാനങ്ങൾ വൈകാനും ചിലത് റദ്ദാക്കാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം എയർ ഇന്ത്യ ഈ മേഖലയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും അല്ല തിരിച്ചുള്ള വിമാനങ്ങൾ ഉണ്ടായിരിക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിയതോടെ കുറച്ചു സമയത്തിനുള്ളിൽ വിമാന ഗതാഗതം പുനഃസ്ഥാപിക്കുകയും അത് പഴയ നിലയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എല്ലാ വിമാനങ്ങളും സാധാരണഗതിയിലേക്ക് അല്ലെങ്കിൽ സാധാരണ സമയത്തിലേക്ക് തന്നെ നിശ്ചയിച്ച സമയത്ത് തന്നെ സർവീസ് നടത്തുമെന്നാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളവും ദുബായിലെ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ, മറ്റൊന്ന്, ഈ ഇന്നലെ ഉണ്ടായ ഈ ആക്രമണം സംബന്ധിച്ച് അതും എത്രത്തോളം അസ്വസ്ഥത ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി? കാരണം പെട്ടെന്ന് സംഭവിച്ചതായതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണം, എങ്ങനെ ഇത് നേരിടണം എന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് തന്നെ. ഇത് ജനവാസ മേഖല തന്നെയായിരുന്നു, അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. വീണ, ഈ ആക്രമണം ഉണ്ടായത് ജനവാസ മേഖലയല്ലായിരുന്നു. US എയർബേസിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു. പക്ഷെ വെടിവെച്ചിട്ട് മിസൈലുകൾ വീണത് ജനവാസ മേഖലയിലായിരുന്നു. അത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം കണ്ടാണ് ജനങ്ങൾ വീണ മിസൈലിന്റെ അവശിഷ്ടങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുക, ജനങ്ങൾ ഓടുന്ന ദൃശ്യങ്ങൾ, പരിഭ്രാന്തരായി ഓടുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെങ്കിൽ കൂടി ജനങ്ങൾ പരിഭ്രാന്തരായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമാണ്. ഒരു കാര്യം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിൽ പെട്ടെന്ന് മിസൈൽ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ആദ്യം തന്നെ പരിഗണിക്കേണ്ടത് ഇറാന്റെ സൗഹൃദ രാഷ്ട്രമാണ് ഖത്തർ. അങ്ങനെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഖത്തറിലേക്ക് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നത്. പക്ഷെ പെട്ടെന്നുണ്ടായ ആക്രമണം സ്ഥിതിഗതികൾ വഷളാക്കുകയായിരുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാകുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഖത്തർ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല, രാജ്യം സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ ജനങ്ങളിലെ ആശങ്കകൾ ഏതാണ്ട് അകന്നിട്ടുണ്ട്. ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ജനങ്ങൾ പുറത്തിറങ്ങരുത്, അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ എംബസിയിൽ നിന്നും മുന്നറിയിപ്പായി വന്നിരുന്നു. അതൊക്കെ ജനം കൃത്യമായി പാലിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അങ്ങനെ പുറത്തിറങ്ങാണ്ടിരിക്കേണ്ട സാഹചര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഴയ നിലയിലേക്ക് തന്നെ വന്നിരിക്കുന്നു. ജനങ്ങളിലെ ആശങ്ക ഏതാണ്ട് അകന്നിരിക്കുകയാണ്. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന എന്ന വാർത്തകൾ ഏറെ ആശ്വാസമാണ് ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. വീണ, ശരി ഷിൻസ്. അതേസമയം ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറെ ടെൻഷൻ ഉണ്ടാക്കിയ കാര്യം ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ താറുമാറായി പോയ വ്യോമഗതാഗതം സംബന്ധിച്ചാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 8 വിമാന സർവീസുകൾ റദ്ദാക്കിയവയിൽപ്പെടുന്നു. എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ, കുവൈറ്റ് എയർവേസ് എന്നിവയുടെ ഓരോ വിമാനങ്ങളും ആണ് തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയത്. ഇന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളാണ് ഈ റദ്ദാക്കിയതെല്ലാം തന്നെ. സാഹചര്യം കൈകാര്യം ചെയ്യാൻ വിമാനത്താവളത്തിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയുന്നു. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ പ്രശ്നങ്ങൾ, ഈ താറുമാറായി പോയ വ്യോമഗതാഗതം സംബന്ധിച്ച് പകരം സംവിധാനങ്ങൾ പലതും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായൊക്കെ വിവരങ്ങളുണ്ട്. അത് എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? ആക്രമണത്തെ തുടർന്നായിരുന്നു ഈ താൽക്കാലികമായി വ്യോമസേന ഖത്തർ അടച്ചിരുന്നുണ്ടായി. ഈ ഒരു വിമാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ വിമാനങ്ങളുടെ എല്ലാ സമയക്രമങ്ങളെല്ലാം മാറ്റി അതെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കം നടത്തുകയുണ്ടായി. എന്നാൽ അതെല്ലാം തന്നെ പാളുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 8 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ, കുവൈറ്റ് എയർവേസ് എന്നിവയുടെ ഓരോ വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളാണ് ഇവയെല്ലാം. എന്തായാലും സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള മറ്റു നടപടികളെല്ലാം തന്നെ വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥരും എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഉടൻ തന്നെ ഇത് പുനർക്രമീകരിക്കാനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആളുകളെല്ലാം തന്നെ ഈ ഒരു വിമാനം എന്താകും അടുത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെ പോകും തിരിച്ച് എന്നൊരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ശ്രീനന്ദ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും പകരം പ്രത്യേകമായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ എന്നുള്ളതുകൊണ്ട് യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന് വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും
അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഈ വിഷയത്തിൽ വലിയ ആശ്വാസകരമായ വാർത്തയാണ്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ KPMS സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ +1 വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. KPMS സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ സ്കൂളിലെ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ നെഞ്ചിലും കഴുത്തിലും മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ടെന്നും കുട്ടിയുടെ വായ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഞാൻ എൻ്റെ ഏട്ടൻ്റെ മകനെ പാർക്കുളങ്ങര സ്കൂളിൽ ഒരുവട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചു അവശനാക്കി എന്നുള്ള രീതിയിലാണ് എനിക്ക് കോൾ വന്നത്. ഉടൻ തന്നെ ഞാൻ പാർക്കുളങ്ങര സ്കൂളിലേക്ക് എത്തുകയും സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ മകൻ തന്നെ എൻ്റെ ഏട്ടൻ്റെ മകൻ അവനെ സ്റ്റാഫ് റൂമിൽ ഇരുത്തുകയും അവനെ പരിശോധിച്ച സമയത്ത് അവൻ്റെ തലയുടെ പിറകിൽ വലിയൊരു മുഴയും നെഞ്ഞത്ത് വേദനയും നാവിക്ക് വേദനയും മൂത്ര തടസ്സം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവനെന്ത് ചെയ്തത് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത്രയും സമയം എന്താക്കി ഇവർ അടികിട്ടി ഈ കുട്ടികൾ മർദ്ദിച്ചിട്ട് പോലും ഇവനെന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ കാണിക്കാനോ ഇതിനെ ഒരു മുന്നോട്ടുള്ള ഒരു ഏതെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കാനോ ഇവർ സ്വീകരിക്കാതെ ഇവർ അവിടെ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് പ്രിൻസിപ്പളിനെ വിവരം അറിയിക്കുകയും പ്രിൻസിപ്പളി അപ്പുറത്തെ റൂമിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയും പക്ഷേ അപ്പുറത്ത് ചെന്ന് പ്രിൻസിപ്പളിനെ കാണാതെ ഇപ്പോൾ പ്രിൻസിപ്പൾ ഒരു കാറിന് വരികയും പ്രിൻസിപ്പൾ വരെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയും എന്നുള്ള നിരുത്തരവാദപരമായ ഒരു രീതിയിലുള്ള സംസാരമാണ് അവരുടെ സ്കൂളിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിദ്യാഭ്യാസം ബന്ധായതിനാൽ സ്കൂൾ വിട്ടു പോവുകയായിരുന്ന കുട്ടിയെ +2 വിദ്യാർത്ഥികളായ 15ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സീനിയർ വിദ്യാർത്ഥികൾ നൽകിയ മിഠായി കഴിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ ബന്ധു കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ മണിക്കൂറുകളോളം സ്കൂളിൽ നിർത്തിയെന്നും മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും തുടങ്ങി സ്കൂൾ അധികൃതർക്ക് നേരെ ആരോപണം ഉയരുന്നുണ്ട്. ജനം, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ അറ്റകുറ്റപ്പണികൾ പാതി വഴിയിലാണ്. തീപിടുത്തമുണ്ടായി 2 മാസമാകാറായി. എന്നിട്ടും ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതടക്കം ഇഴഞ്ഞു നീങ്ങുകയാണ്. സുരക്ഷാ പരിശോധനകളടക്കം പൂർത്തിയായാൽ മാത്രമേ PMSSY ബ്ലോക്ക് രോഗികൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മെയ് 2-നാണ് PMSSY ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കി പ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും തീപിടുത്തമുണ്ടാവുകയായിരുന്നു. തുടർന്ന് അടച്ചിട്ട ബ്ലോക്കിലെ പണികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. തീപിടുത്തമുണ്ടായ 6ാം നിലയിലെ ശസ്ത്രക്രിയാ മുറികൾ സജ്ജമാക്കുന്ന ജോലികളടക്കം പാതി വഴിയിലാണ്. MRI മെഷീൻ സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയുടെ പരിശോധനയും പൂർത്തിയാകാനുണ്ട്. UPS മുറിയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി. എല്ലാ പണികളും പൂർത്തിയായി ഓഡിറ്റും നടത്തി ഫയർഫോഴ്സിന്റെ അനുമതി പത്രവും ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ രോഗികളെ ഇങ്ങോട്ടേക്ക് മാറ്റുകയുള്ളൂ. പഴയ കെട്ടിടത്തിലാണ് അത്യാഹിത വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതീവ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സ്ഥലത്ത് 2 പ്രാവശ്യം തീപിടുത്തമുണ്ടായത് വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടവരുത്തിയിരുന്നു. കരാറു കമ്പനിയെ പഴിചാരാനുള്ള നീക്കമാണ് ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നത്. എന്നാൽ നടത്തിപ്പിലെ വീഴ്ചയാണ് അത്യാഹിതത്തിന് ഇടയാക്കിയതെന്നാണ് കണ്ടെത്തൽ. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകാത്തതാണ് ജോലികൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് വിമർശനം. ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം രാജസ്ഥാന് മുകളിലെ ചക്രവാത ചുഴിയുമാണ് മഴയ്ക്ക് കാരണം. മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം ഉയർന്ന തിരമാലയെ തുടർന്ന് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. ജനം, തിരുവനന്തപുരം. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി CPM അമ്പലപ്പുഴയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച G. സുധാകരന് ക്ഷണമില്ല. G. സുധാകരന്റെ വസതിക്ക് സമീപം നടക്കുന്ന പരിപാടിയിലാണ് ഈ അവഗണന. സുധാകരന് പാർട്ടി അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്നതിന് ദൃഷ്ടാന്തം കൂടിയാവുകയാണ് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാചരണം.
അടിയന്തരാവസ്ഥ തടവുകാരായ CPM നേതാക്കളിൽ ആലപ്പുഴക്കാരായി ജീവിച്ചിരിക്കുന്നത് VS അച്യുതാനന്ദനും S രാമചന്ദ്രൻ പിള്ളയും G സുധാകരനും മാത്രമാണ്. ഇവരുടെ പേര് പോലും പരാമർശിക്കാതെയാണ് CPM ആലപ്പുഴയിൽ അടിയന്തരാവസ്ഥാ ദിനാചരണത്തിൻ്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിക്കുന്നത്. G സുധാകരൻ്റെ വസതിക്ക് സമീപത്ത് വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി R നാസറും H സലാം MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാറുമാണ്. CPM ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. G സുധാകരൻ്റെ വസതി ഉൾപ്പെടുന്ന പുന്നപ്ര വടക്കു പഞ്ചായത്തിലെ EMS കമ്മ്യൂണിറ്റി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് 2-നാണ് അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ 50 വർഷം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. സുധാകരനോടുള്ള ഈ അവഗണന CPM അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ ദൃഷ്ടാന്തമാവുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തെ ആരാധനാ പൂജ ഇന്ന് രോഹിണി നാളിൽ അക്കരെ സന്നിധിയിൽ നടക്കും. സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് കുറുമാത്തൂർ നായ്ക്കൻ സ്ഥാനികൻ നടത്തുന്ന സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ നടക്കുക? വീണ, കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ 4 ആരാധനകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആരാധനയും അവസാനത്തെ ആരാധനയുമായ രോഹിണി ആരാധന ഇന്നാണ് നടക്കുന്നത്. ഈ ആരാധനാ ദിവസമാണ് ഈ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി ഇന്ന് നടക്കുക. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികനാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. പുഷ്പാഞ്ജലിക്ക് സമയമായാൽ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നായ്ക്കൻ സ്ഥാനികൻ ഈ മണ്ഡപത്തിലെത്തും. അപ്പോൾ അവിടെ ഉഷക്കാമ്പ്രം നമ്പൂതിരി കൈപിടിച്ച് മണിത്തറയിൽ കയറ്റി ഇരുത്തണം. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു സ്ഥലത്തെയാണ് മണിത്തറ എന്ന് പറയുന്നത്. അവിടെ എത്തി ഈ കുറുമാത്തൂർ ഇല്ലത്തെ പരികർമ്മികളും ഒക്കെ അവിടെ എത്തി കുറുമാത്തൂർ നായ്ക്കൻ തറയിൽ കയറിയാൽ വാദ്യങ്ങൾ മുഴക്കി തുടങ്ങുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. ഈ ആലിംഗന പുഷ്പാഞ്ജലിക്ക് വലിയൊരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ സതീദേവിയുടെ വിയോഗത്തെ തുടർന്ന് വലിയ കോപിഷ്ഠനായ ശിവനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ആ ഒരു ചടങ്ങിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ശിവലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് ഈ കുറുമാത്തൂരിലത്തെ നായ്ക്കൻ സ്ഥാനികൻ ആ പൂജ ചെയ്യുന്നത്. അതിനെയാണ് ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി ആ ഒരു ചടങ്ങ് നടന്നിരുന്നില്ല. അതായത് ഈ നായ്ക്കൻ സ്ഥാനികൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ചടങ്ങുകൾ പൊതുവെ നടക്കാറില്ല. കഴിഞ്ഞ 3 വർഷത്തിന് ശേഷമാണ് ഇത്തവണ ഈ ഒരു ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. ഈ ആരാധന പൂജകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ അടുത്ത നാളുകളിൽ നടക്കാൻ പോകുന്നത് വിവിധ ചതുശത പൂജകളുടെ ഒരു കാലമാണ്. ഇന്നിപ്പോൾ ഈ രോഹിണി ആരാധനയോടനുബന്ധിച്ച് ഇവിടെ ആരാധനാ സദ്യയും ശീവേലിയും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് ഈ കൊട്ടിയൂരിൽ നമുക്ക് ദൃശ്യമാകുന്നത്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം. ദക്ഷയാഗം നടന്ന മണ്ണെന്ന പ്രത്യേകത കൂടിയുള്ള ഒരു ഭൂമിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഭക്തർ ഈ ഒരു കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂരേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഈ ഒരു പ്രദേശത്തെ ആകെ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പോലും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും വലിയ തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നതുകൊണ്ട് തന്നെ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചടങ്ങ്, വിശേഷാൽ ചടങ്ങ് നടക്കുന്നത്. അത് കാണാനും അനുഗ്രഹം തേടാനുമായിട്ടാണ് ഇത്രയേറെ ഭക്തർ ഇന്ന് ഈ ഒരു അക്കരെ കൊട്ടിയൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ. മിഥുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊട്ടിയൂർ ആചാരപ്പെരുമയുടെ ഭാഗമാണ് മുതിരേരി ശിവക്ഷേത്രം. കൊട്ടിയൂർ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് മുതിരേരി വാൾ എഴുന്നള്ളത്ത്. വ്യത്യസ്തമായ ഈ വാൾ വരവും പിന്നിലെ ആചാരങ്ങളും നോക്കാം. കാടും മലയും താണ്ടിയെത്തുന്ന മുതിരേരി വാൾ എത്തുന്നതോടുകൂടിയാണ് കൊട്ടിയൂർ മഹോത്സവത്തിന് തുടക്കമാകുന്നത്. 30-ലധികം കിലോമീറ്ററുകൾ നടന്നു മോടിയുമാണ് പുത്തൻമടം മൂഴിയോട് സുരേഷ് നമ്പൂതിരിപ്പാട് ആ വാള് മഹാദേവന് മുന്നിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം.
അപ്പോൾ ഈ മുതിരേരി വാള് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്കറിയാം കൊട്ടിയൂർ മഹോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. എന്താണ് ആ ചടങ്ങിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്? ഇത് ദക്ഷയാഗം നടന്ന സമയത്ത് ശിവൻ്റെ ജടയിൽ നിന്നുണ്ടായതാണ് വീരഭദ്രൻ എന്നുള്ളതാണ്. ആ ദക്ഷയാഗം മുടക്കാൻ വേണ്ടി വന്ന് ആ ഇത് അതെ വധിക്കാൻ വേണ്ടി വന്നതാണ്. ആ വീരഭദ്രസ്വാമിയാണ് പെരുമാൾ. വീരഭദ്ര മുതിരേരി പ്രതിഷ്ഠ വീരഭദ്ര പെരുമാളാണ്. ആ ദശാന്തകൻ ആയ വീരഭദ്ര പെരുമാളാണ് മുതിരേരി അമ്പലത്തെ പ്രധാന പ്രതിഷ്ഠ. 2004 മുതൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ തറവാട്ടുകാരാണ് ഈ പൂജ നടത്താറ്, ഈ കർമ്മം നടത്താറ്. മുതിരേരി മേശാന്തി മോഴിയോട്ടിലത് സുരേഷ്, എൻ്റെ ഏട്ടനാണ് മുതിരേരി അമ്പലത്തിൽ മേശാന്തി. സുരേന്ദ്രൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് ആ കർമ്മം ഞാൻ നടത്തുന്നു. അപ്പോൾ എനിക്ക് മുമ്പ് നമ്മളുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ നാരായണൻ നമ്പൂതിരിയാണ് എഴുന്നേൽച്ചത്. അവർക്ക് മുമ്പ് അവരുടെ അച്ഛനായിരുന്നു എഴുന്നേൽച്ചത്. അങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മൾ നടത്തുന്നു മാത്രം. 30 കിലോമീറ്ററിൽ അധികം ദൂരമാണ് വാളും കൊണ്ട് നടന്നിട്ട് അല്ലെങ്കിൽ ഓടിയിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് അതിന് തീർച്ചയായും ഒരു ദൈവികമായ അനുഗ്രഹം അതിന് ഉണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ പ്രക്രം മുതൽ, അതായത് മേടമാസത്തിലെ ചോദ്യം മുതൽ വിശാഖ നക്ഷത്രമാണ് പ്രക്രം. അത് ചോദ്യം മുതൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും. പിന്നെ പ്രക്രം എന്നുള്ള ചടങ്ങ് ഇവിടെ കൊട്ടിയൂരമ്പലത്തിൽ ഇവിടെ ഒരു ചടങ്ങ് നടത്താറ്. ആ ചടങ്ങോടുകൂടി നമ്മൾ വ്രതങ്ങൾ ആരംഭിക്കും. അതിന് ഈ ഉത്സവം കഴിയുന്നവരെ അടുത്ത വിശാഖ നക്ഷത്രം വരെ തുടർന്ന് പോകും വ്രതങ്ങൾ. അങ്ങനെയാണ്. എന്താണ് ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്? നമുക്കറിയാം മുതിരേരി അമ്പലത്തിൽ നിന്ന് അവിടെ ധ്യാനം ഇരിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അതിന്റെ ചിട്ടാവട്ടങ്ങൾ ആയില്യം മുതൽ ആയില്യക്കാവിൽ ഒരു പൂജ ഉണ്ട് അവിടെ മുതിരേരിക്കാവില്. അതുമുതലാണ് നമ്മളെ വ്രതങ്ങൾ കഠിനവ്രതം തുടങ്ങുന്നത്. അതിന് കുളിച്ചു നോറ്റിരിക്കൽ എന്നാണ് പറയാം. കുളിച്ച് ആയില്യം മുതൽ അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ താമസിച്ച് നാഗത്തിൻ്റെ കൊടുത്തെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ താമസിച്ച് അവിടുത്തെ ഭക്ഷണ രീതിയെല്ലാം കഴിഞ്ഞ് അവിടെ ജോബം തപോയിട്ട് പോകുന്നു. പിന്നെ കുളിച്ച് നോറ്റിരിക്കൽ എന്നാണ് പറയാം. അതിന് ഒരു മൂന്നാമത്തെ ഒരു ഘട്ടമാണത്. ഒരു വ്രതത്തിനൊരു മൂന്നാമത്തെ ഘട്ടം. അവിടുന്ന് നടന്നു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓടി തുടങ്ങുമ്പോൾ ശരിക്കും അത് ഓർമ്മയിൽ നിൽക്കാറുണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ഒരു മാനസികാവസ്ഥ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇത്. പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു രീതിയിലും ആരും പറഞ്ഞിട്ടല്ല അത് തുടങ്ങുന്നത്. അങ്ങേക്ക് തോന്നുമ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് ആ ഒരു തോന്നൽ? ഉച്ചപൂജയ്ക്ക് ശേഷം നമ്മൾ ഒരു ഊണെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലൊരു ഒരു ഉൾവിളി ഉണ്ടാവും. അതായത് ഇവിടുത്തെ ചോദ്യങ്ങളൊക്കെ തെളിയിക്കുന്ന സമയം ഒക്കെ ആയിട്ട് നമുക്കൊരു മാനസികമായിട്ട് മാറ്റങ്ങൾ വരും. പിന്നെ നമ്മൾ അവിടുത്തെ ചടങ്ങുകൾ വെച്ചാൽ ചുറ്റമ്പലത്തിന് ആ നാലമ്പലത്തിന് മതിൽക്കെട്ടിനുള്ളിൽ വൃത്തിയാക്കുവാന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ നോക്കണ്ട. അത് ശുദ്ധമായിട്ട് വരണം. ആ ശുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഇതിലേക്ക് എത്തും. അങ്ങനെയാണ്. എത്ര സമയം എടുത്തിട്ടാണ്? ഏകദേശം 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇപ്പം വരാറുണ്ട്. ഇതിനിടയിൽ ഇടവേളകൾ ഒന്നും എടി നിൽക്കാൻ പാടില്ല, ഒന്നും പാടില്ല. അങ്ങനെയാണ്. അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ലക്ഷ്യം സ്ഥാനത്ത് എത്തുവാന്നുള്ള ലക്ഷ്യം. ഈ 3.5 മണിക്കൂർ ഒരു ഇടവേളകൾ ഉണ്ടായിരിക്കും. ഇനി തിരിച്ച് വാള അങ്ങ് തന്നെയാണോ കൊണ്ടുപോകും? അതെങ്ങനെയാണ്? അതും ഇതേപോലെ ഒരു ചടങ്ങ്. ആയില്യം മുതൽ ഇവിടെ മകം മുതൽ ഒരു ചടങ്ങുണ്ട്. ജപം ഇതെല്ലാം ആയിട്ട് പോവാം. അതും കാൽനടയായിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ അവിടെ വരെ കൊണ്ടുപോകണം. നമ്മൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ദൈവനോട് അടുത്ത് നിൽക്കുന്നവരാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ കാണും. എല്ലാവരും അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, മുൻജന്മ സുഹൃതം കൊണ്ടാണ് ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മുതിരേരിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് അങ്ങ് ഈ വാള് കൊണ്ട് പോകുന്നതിന് ശേഷം അവിടെ ചക്ക ഇട്ടിട്ട്, അതായത് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരുന്ന അന്ന്, അതായത് ഈ ഭൂതഗണങ്ങൾക്ക് പഴങ്ങൾ കൊടുക്കുക എന്നുള്ള സങ്കല്പം. അങ്ങനെ ചക്ക, മാങ്ങ, അങ്ങനെയുള്ള പഴങ്ങൾ പറഞ്ഞു അതെല്ലാം കൊടുത്ത് അത് നമ്മൾ ഇവിടെ നോറ്റിരിക്കുന്നവർ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അതവിടെ ഒരു നിവേദ്യമുണ്ട്. ഉപദേശപ്രകാരം ഒരു നിവേദ്യമുണ്ട്. അത് പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കും. അത് കൂടുതലായിട്ട് ചക്കയായിരിക്കും ഉണ്ടാവും. ചക്കക്കാണ് പ്രാധാന്യം കൂടുതൽ. ഈ വാളിനെ എങ്ങനെയാണ് അവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്? നമുക്കറിയാം ദക്ഷന്റെ തല അറുത്ത വാളാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അതിനെ പൂജിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണം? പൂജകള് വാളിന് ഇങ്ങോട്ട് വരുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നേരത്തെ പൂജയായിട്ടുള്ളൂ. പിന്നെ വാളുകളിൽ സംരക്ഷിക്കാന്ന്, അത് ഭക്തജനങ്ങൾ കാണാനോ അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയാണ്. പിന്നെ ആ വാളറയിൽ വെച്ച് കൂട്ടും. നമ്മൾ ഇക്കൊല്ലം അങ്ങോട്ട് തിരിച്ചെഴുന്നള്ളിച്ചാൽ വിശാഖ നക്ഷത്രത്തിൽ പ്രത്യേക ശുദ്ധിയെല്ലാം കഴിഞ്ഞ് വാളറയിൽ വെക്കുന്നു. പിന്നെ അടുത്ത ചോദ്യ നാളിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം മാത്രം രാവിലെ എടുക്കാറുള്ളൂ. അങ്ങനെയാണ്. അവിടുന്ന് തുറന്ന് വാളറയിൽ നിന്ന് തുറന്ന് ഒരു പൂജ, ഉപദേശപ്രകാരമുള്ള പൂജകളൊക്കെ ചെയ്ത് പ്രധാന പുരുഷ വീരഭദ്ര പെരുമാൾ ചേർത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ പൂജ, അഭിഷേകം, പിന്നെ അങ്ങനെയുള്ള ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ നമുക്ക് ആവും. അങ്ങനെയാണ്.
എന്തൊക്കെയാണ് മാനസികമായി ഇതിനു വേണ്ടി ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് ഇവിടുന്ന് ഇവിടെയുള്ള ഹരിഗോവിന്ദ ജപം, പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ വീരഭദ്ര പെരുമാളെ വിളിച്ചുകൊണ്ട് പോകും, വീരഭദ്രായ നമഃശിവായ ജപം, അതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനസികമായിട്ടുള്ള ഒരു മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെയാണ്. അതായത് നെയ്യമൃതകാർ ഏകദേശം ഇവിടെ കൊട്ടിയൂരെത്താറും ഹരിഗോവിന്ദ വിളിച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് യാത്രയാക്കുന്നതാണ് വീരഭദ്ര സ്വാമി, വീരഭദ്രായ നമഃശിവായ. അതോടെ നമുക്കൊരു പ്രത്യേക എനർജി ഉണ്ടാവും. ശൈവ വൈഷ്ണവരുടെ ഒരു വലിയൊരു സംയോഗമാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ പൂർവികന്മാരുടെ അനുഗ്രഹവും തന്ത്രിമാരുടെ ഉപദേശപ്രകാരം അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. പൂർവിക കാലങ്ങളിൽ ഇവിടുന്ന് കൊട്ടിയൂർ ദർശനത്തിന് വരുന്ന ആൾക്കാർ മുഴുവനും അവിടെ മുതിരേരി അമ്പലത്തെ തൊഴുത് വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്നൊരു ചടങ്ങുണ്ട്. ഇപ്പം അതൊന്നും ആരും ചെയ്യാറില്ല. അങ്ങനെയാണ്, വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം മാത്രമേ കൊട്ടിയൂർ ദർശനം നടത്താവുന്നതാണ്. അങ്ങനെയാണ് വിശ്വാസം. ഇപ്പോൾ ഈ മുതിരേരി അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഈ ചടങ്ങുകൾ ആയില്യം മുതലുള്ള ആഘോഷങ്ങളേ ഉള്ളൂ. ഒരു പ്രാദേശിക ഒരു ഗ്രാമത്തിലുള്ള അമ്പലങ്ങളായതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ ശിവരാത്രിക്കുള്ള നിവേദ്യം, അതൊക്കെ ഒരു നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ എന്ന് വെച്ചാൽ പടിഞ്ഞാറോട്ട് മുഖമായുള്ള വീരഭദ്രനാണ്. അതായത് ദുർലഭം ക്ഷേത്രങ്ങൾ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ആഘോഷങ്ങളും ഇതൊന്നും പാടില്ല എന്നാണ്. അതായത് രാത്രി കാലങ്ങളിലുള്ളത് ഒന്നും പാടില്ല എന്നുള്ളൊരു സങ്കല്പമാണ്. അതായത് ഒരു ശാന്തത വേണമെന്നാണ് അവിടെ. ഇപ്പോൾ കാലക്രമണത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അധികമായുള്ള ആഘോഷങ്ങളും മറ്റുള്ളതൊന്നും അവിടെ പാടില്ല. ഇങ്ങനെയാണ്. ദൈവികമായ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇത്തരം യാത്രകൾക്കിടയിൽ? അത് പല അനുഭവങ്ങളും നമുക്ക് തുടങ്ങിയ ശേഷം ഉണ്ടായിട്ട്, ഞാൻ എഴുന്നള്ളിക്കാൻ തുടങ്ങിയ ശേഷം ആണ് ആ അമ്പലത്തിൽ നവീകരിക്കാൻ എല്ലാവരെയും സഹകരണം കൊണ്ട് നമുക്ക് കഴിഞ്ഞു. നവീകരണം 2017 കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമാണ്. 2017 നവീകരണം കഴിഞ്ഞ ശേഷം ആ ഭാഗങ്ങൾ ജനങ്ങളിൽ ഒരു മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് അവർ ജപവും തപവും എല്ലാ ദിവസവും ഞായറാഴ്ച ദിവസങ്ങളിലോ എല്ലാ ദിവസവും കുറച്ച് ആൾക്കാർ കൂടിയുള്ള ജപങ്ങൾ, അതിനു മുമ്പ് അതൊന്നും ഇല്ലാത്തപ്പം ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. വ്യക്തിപരമായി എന്തെങ്കിലും രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ആ കലശം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മാറ്റങ്ങൾ, അതായത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പല രീതിയിലും ഞാൻ വിവാഹം വേണ്ടാന്ന് ചോദിച്ചെങ്കിലും അതിനുശേഷം വിവാഹം നടന്നു. 2 സന്താനങ്ങൾ ഭഗവാൻ തന്നു. ഇപ്പോൾ 55 വയസ്സായി. എല്ലാം വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെ സാമ്പത്തികമായുള്ളൊരു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് ശാന്തി തന്നെയാണെങ്കിലും അതും തെലങ്കാനയിൽ നല്ലൊരു മിലിറ്ററിക്കാരുടെ കീഴിലുള്ളൊരു അമ്പലത്തിൽ എത്താൻ കഴിഞ്ഞു. അതെല്ലാം ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. തെലങ്കാനയിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലാണ് പൂജ. ലാൽബസാർ അയ്യപ്പ സ്വാമി ക്ഷേത്രം. ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇനി ഒരു മാസക്കാലം ഇവിടുത്തെ ഇത് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടേക്ക് തെലങ്കാനയിലേക്ക് പോകും. അപ്പോൾ അവരോടൊന്ന് യാത്രയാക്കുന്നതും അവർ സ്വീകരിക്കുന്നതെല്ലാം വളരെയേറെ സന്തോഷം. അവരെ സംബന്ധിച്ചും വലിയൊരു അഭിമാനകരം, കാരണം ഇത്രയും വലിയൊരു മഹോത്സവത്തിന്റെ ഭാഗമാവുക. അതെ, അവരത് അനുസരിച്ച് തന്നെ നമ്മളെ യാത്രയാക്കുന്നു, നമ്മൾ തിരിച്ചവിടെ എത്തുമ്പോൾ സ്വീകരിക്കുന്നു. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. പൂർവിക കാലങ്ങൾ മുതിരേരി അമ്പലം ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ കൊട്ടിയൂർ വരാറുള്ളൂ എന്നാണ്. ഇനി അത് പാലിക്കപ്പെടണം എന്നുള്ളതാണ്. അവരെല്ലാവരും സഹകരണങ്ങളും തീർച്ചയായിട്ടും ഇത് ഒരു അറിവാവട്ടെ പ്രേക്ഷകർക്ക്. അതെ, താങ്ക് യു. നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ താറുമാറായി വ്യോമഗതാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 8 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ, കുവൈറ്റ് എയർവേസ് എന്നിവയുടെ ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയവയല്ല. സാഹചര്യം കൈകാര്യം ചെയ്യാൻ വിമാനത്താവളത്തിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ശ്രീനന്ദ ചേരുന്നു അവിടെ നിന്നും. ശ്രീനന്ദ, തിരുവനന്തപുരത്ത് നിന്നും റദ്ദാക്കിയ വിമാനങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ പ്രത്യേക അറിയിപ്പുകളാണ് അവർക്ക് നൽകിയിരിക്കുന്നത് യാത്രക്കാർക്ക്? വീണ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ വിമാനങ്ങളെല്ലാം റദ്ദാക്കി എന്ന് പറയുന്നൊരു വാർത്തയാണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ നിന്ന് നിരവധി ആളുകൾ ഖത്തറിലേക്കും ദോഹയിലേക്കും ഒക്കെ പോകേണ്ട നിരവധി ആളുകളാണ് ഈ ഒരു വിമാനം റദ്ദാക്കിയത് മൂലം വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കൂടെ ഒരു ചേട്ടാ, എങ്ങോട്ട് പോകാനായിരുന്നു? ദോഹയിലേക്ക്. ഇന്നായിരുന്നു ഫ്ലൈറ്റ്. എപ്പോഴാണ് അറിയുന്നത് ഈ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്നുള്ളത്? അല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് അറിയുന്നത്.
റീഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് എന്തെങ്കിലും കിട്ടിയായിരുന്നു? ഡേറ്റ് ഒന്നും കിട്ടിയില്ല. 7 ദിവസത്തിനുള്ളിൽ അവർ അപ്ഡേഷൻ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊന്നും അവർ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനായിട്ടാണോ അപ്പോൾ? ജോലിക്കായിട്ടാണ് പോകുന്നത്. എവിടെന്നാ വരുന്നത്? ഞാൻ കൊല്ലം. അപ്പോൾ ഇനിയുള്ളൊരു ഡേറ്റ് തന്നിരിക്കുന്ന ഡേറ്റ് അത് വീണ്ടും മാറ്റും എന്നുള്ളൊരു ഇതുണ്ടോ? ഒന്നും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. 7 ദിവസത്തിനുള്ളിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കൺഫേം ആയിട്ട് ഒരു ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. കൺഫേം ആയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇവിടെ. ഇനി അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്, തങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്ത് തരുന്ന ഫ്ലൈറ്റ് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടി ഇരിക്കുന്നത്. ചേട്ടാ, എങ്ങോട്ട് പോകാനായിരുന്നു? ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്തൊരു ഡേറ്റ് തന്നായിരുന്നു. 27 ഫ്ലൈറ്റ് ഇവിടെ വന്ന അവര് മെസ്സേജ് ഇട്ടായിരുന്നു 2:30. എളുപ്പം കാലത്ത് ഈ മെസ്സേജ് ആരും നോക്കാനാ? അതിന് മുൻപ് അറിഞ്ഞില്ലായിരുന്നു? ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ എന്താണ് പറയുന്നത്? ഇവര് പറയുന്നത് ഇനി 29 തീയതിയിലത്തേക്ക് ടിക്കറ്റ് തരാമെന്ന. 27, 29 അത് കൺഫേം ആണെന്ന് അത് കൺഫേം ആണെന്ന് അവർ പറയുന്നില്ല. പക്ക പറയുന്നില്ല. ചേട്ടൻ ജോലിക്ക് പോകാനാണ്? ജോലിക്ക് പോകാനാണ്. എങ്ങോട്ടാണ്? ഞാൻ ഖത്തറിലാണ്. ഇത് മുൻപ് ഇങ്ങനെ സമാന രീതിയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടോ. ഞാൻ ശാസ്താംകോട്ട ഫർണിക്കർ. എന്തായാലും നിരവധി പേരാണ് ഈ ഒരു ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും എപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ്, തങ്ങൾക്ക് ഇനി റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്ന ഫ്ലൈറ്റ് എപ്പോഴാണെന്നൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചേട്ടാ, പോവാൻ നിൽക്കുമായിരുന്നോ? എവിടെ ചേഞ്ച് பண்ணோ அது கேன்சல் ஆயிடுச்சு. எங்கே போயிருந்தே? இது திருவனந்தபுரம்ல இது ரியாத். எப்போ தெரிஞ்சது இந்த ஃப்ளைட் கேன்சல் ஆயிடுச்சுன்னு? காலையில் 3 மணிக்கு இப்போ தான் எனக்கு தெரிஞ்சது. ஆனால் காலையில் 3 மணிக்கே வந்தாச்சு. மெசேஜ் வந்துச்சுங்களா? மெசேஜ் வரல, இங்கே வந்து கேட்டுட்டு இது பண்ணதான். ரீஷெட்யூல் எப்போ ஃப்ளைட்னு தெரியுமா? அது தெரியல. அது நான் உங்கள் கவுண்டரில் கேட்டு தான் இது பண்ணோம். കേട്ടപ്പോൾ ഏതോ சொல்லுங்களா? இந்த இப்போ தான் கேட்கணும், கேட்டுட்டு நான் சொல்கிறேன். എന്തായാലും ഉടൻ തന്നെ ആ ഒരു 7 ദിവസം എന്ന് ചിലരോട് പറയുന്നുണ്ട്. കുറച്ച് പേരോട് 9 ദിവസത്തിനകം തന്നെ ഒരു അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് എയർ ഇന്ത്യയുടെ ഓഫീസിൽ നിന്നും ഈ എൻക്വയറിയിൽ നിന്നും എല്ലാം ഈ ഒരു പാസഞ്ചേഴ്സിനൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ഫ്ലൈറ്റുകൾ 12ഓളം ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൊരു ഡേറ്റ് കൃത്യമായി തന്നെ ഉടൻ തന്നെ എയർ ഇന്ത്യ പറയും എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ എൻക്വയറി എന്താ ഇവിടെ ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമായിരുന്നു ഫ്ലൈറ്റിൻ്റെ? ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ഹലോ, അവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റ് 9 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിനകം തന്നെ പുതിയൊരു ഡേറ്റ് അവർക്ക് കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എയർ ഇന്ത്യ എത്തിയിരിക്കുന്നത്. എന്തായാലും യാത്രക്കാർ എല്ലാവരും തന്നെ വളരെ സങ്കടത്തിലാണ്. അതുപോലെ തന്നെ തങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടതാണ് എന്നൊരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനൊരു തീരുമാനമുണ്ടായേനെ എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇവിടെയുള്ള യാത്രക്കാരെല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത്. വീണ. ശരി ശ്രീനന്ദ, നമുക്ക് ജിജീഷിലേക്ക് കൂടി പോകാം. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ കൂടി ചേരുന്നുണ്ട്. ജിജീഷ്, അവിടെ നിന്ന് എത്ര വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്? പകരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ അവിടെ എത്തിച്ചേർന്ന യാത്രക്കാർ പോലും ഉണ്ടാകും, അവരെയൊക്കെയും യഥാസമയം അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമുണ്ട്. പിന്നീട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കിയിരിക്കുന്നു? വീണ, നിലവിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള 17 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഈ 17 വിമാനങ്ങൾ റദ്ദാക്കിയതോടുകൂടി ഇന്നലെ രാത്രി മുതൽ തന്നെ 11 മണി മുതൽ തന്നെ ഇവിടെ എത്തിയ യാത്രക്കാർ പലരും ഒരു നീണ്ട കാത്തിരിപ്പിലാണ് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എപ്പോഴാണ് ഈ സർവീസുകൾ പുനരാരംഭിക്കുക എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. വ്യോമ താവളങ്ങൾ അടച്ചതോടുകൂടി ഉണ്ടായ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അതാത് സമയങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളോ ഒന്നും തന്നെ കൃത്യമായി വന്നിരുന്നില്ല. നിലവിൽ 17 വിമാനങ്ങൾ, അതിൽ കൊച്ചി ദോഹയുണ്ട്, കൊച്ചി ദുബായ്, കൊച്ചി ഒപ്പം തന്നെ ദുബായ് കൊച്ചി, കുവൈറ്റ് കൊച്ചി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. കൊച്ചി UAE വിമാനങ്ങളും കൊച്ചി മസ്കറ്റ്, കൊച്ചി ദോഹ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളതും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. അല്പസമയം മുമ്പെല്ലാം യാത്രക്കാർ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവർ നീണ്ട കാത്തിരിപ്പിന് ശേഷം മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം മാറിപ്പോയിരിക്കുന്നു. അതുപോലെ തന്നെ വരുന്ന ആളുകളെ കാത്തും നിരവധി പേർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഈ വൈകിയ വേളയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് വിമാനങ്ങൾ റദ്ദാക്കിയതും വൈകിയതും എല്ലാം തന്നെ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ ആളുകൾ എല്ലാവരും തന്നെ ഉള്ളത്. എവിടെ നിന്ന് ആൾക്കാർ വരാനുള്ളത്? ബന്ധുക്കൾ എവിടെ നിന്നാണ് വരാനുള്ളത്?
ബന്ധുക്കൾ വരാനല്ല പോകുന്നത് എവിടത്തേക്കാണ്? UAE അബുദാബി. അബുദാബിയിലേക്ക്. അപ്പോൾ വിമാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ? പിന്നെ വിമാനമുണ്ട്, സ്കെഡ്യൂൾഡാണ്. ആണോ നിങ്ങളുടെ? ഇപ്പം നിലവിൽ നിങ്ങളെ റദ്ദാക്കിയതായിട്ടൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിലവിൽ അറിയിച്ചിട്ടില്ല. മറ്റു ചില വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ചില വിമാനങ്ങൾ അത് കൃത്യമായ സർവീസ് നടത്തും എന്ന് തന്നെയാണ് ഇവിടെ എത്തിയ ആളുകൾ, ഈ യാത്രക്കാരടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റു പല ആളുകളും അല്ലെങ്കിൽ തിരിച്ചു യാത്ര റദ്ദാക്കി പോകേണ്ട സാഹചര്യമാണ്. എവിടെ സാർ? മസ്കറ്റിൽ പോകാൻ വേണ്ടി വന്നതാണ്. മസ്കറ്റിൽ പോകാൻ വേണ്ടി ആണ്. എത്ര മണിക്ക് എത്തിയതാണ്? ഇന്ന് 8:45 ഫ്ലൈറ്റ്. 8:45. എപ്പോഴാണ് സാർ അറിഞ്ഞത് ഇത് റദ്ദാക്കിയ കാര്യം? രാത്രി 2:30 ആയപ്പോഴേക്കത്തേക്കാണ് മെസ്സേജ് വിട്ടത്. പക്ഷേ ഫോണിൽ നെറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് നെറ്റ് നോക്കിയപ്പോഴത്തേക്ക് ക്യാൻസൽ പറഞ്ഞിരിക്കുന്നു. ആ മെസ്സേജ് വന്നു, സോറി. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ നാളത്തേക്ക് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് പക്ഷേ അത് ഇപ്പം കൺഫേം അല്ല. അതും അല്ലെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാം എന്നിങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നു. മണിക്കൂറുകളായി ഞാൻ 4 മണിയായപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ സമയത്ര? ഇപ്പോൾ സമയം 8:20. 4 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും എപ്പോഴാണ് പോകുമ്പോൾ പറ്റുന്നില്ല, ഒരു വ്യക്തതയില്ല. അത് അങ്ങനെയാണെങ്കിൽ തിരിച്ച് യാത്ര ക്യാൻസൽ ചെയ്ത് പുറത്ത് നാട്ടിലേക്ക് ഇപ്പം വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരികയാണ്. ചങ്ങനാശ്ശേരിയിലാണ്. അപ്പം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഫ്ലൈറ്റിൽ കിട്ടിയാൽ പോയേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അർജൻറ്റ് ഉണ്ട്. ഞാനൊരു 4 ദിവസത്തേക്ക് ഒരു അത്യാവശ്യത്തിന് വന്നതാണ്. ഒരു മാരേജിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. സമയത്ത് ചെന്നില്ലെങ്കിൽ വിസ ക്യാൻസൽ? വിസയുടെ പ്രശ്നമില്ല, വർക്കിൻ്റെ ഒരു കുറച്ച് പ്രോബ്ലം ഉണ്ട്. എൻ്റെ പേര് നൗഷാദ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഏത് ചാനലാണ്? ജനം TV. ജനം. ഇത്തരത്തിൽ നിരവധി യാത്രക്കാർ അവരവരുടെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. അതിൽ പലതരത്തിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവിടെ വ്യാപൃതരായ ആളുകൾ പലരും ഏതാനും ദിവസത്തെ ലീവുകൾക്ക് 2-3 ദിവസത്തെ ലീവുകൾ എടുത്തതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്, നാട്ടിൽ വന്നിരിക്കുന്നത്. അവർക്ക് കൃത്യമായി തിരിച്ചു പോകാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് പോലും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യം അവരെല്ലാവരും പങ്കുവയ്ക്കുന്നത് അതുതന്നെയാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇവരെല്ലാവരും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിരവധി യാത്രക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വലിയ ഒരു ആശങ്ക നീളിക്കുന്നു. ഈ വിമാനങ്ങൾ റദ്ദാക്കിയതുമായി സംബന്ധിച്ചും ബന്ധപ്പെട്ടും എല്ലാം തന്നെ വലിയ ആശങ്ക ഈ ആളുകളെ സംബന്ധിച്ചെല്ലാം തന്നെ ഉണ്ട്. വീണ്ടും സമയം പുനഃക്രമീകരിച്ച് യാത്രകൾ പുനരാരംഭിച്ചാൽ മാത്രമാണ് ഇവർക്കെല്ലാവർക്കും തന്നെ ഒരു കൃത്യമായി യാത്ര സാധ്യമാവുകയും ചെയ്യുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. നമ്മൾ ആരെങ്കിലും ബന്ധുക്കൾ പോയതാണോ? എങ്ങോട്ടേക്കാണ്? അബുദാബിക്ക്. അവരുടെ വിമാനങ്ങൾ കൃത്യമായിരുന്നോ? കൃത്യമായിരുന്നു. കയറിയിട്ടില്ല. 10:25 ഫ്ലൈറ്റ്. 10:25 അത് വൈകുന്നതായിട്ടോ ഒന്നും നിലവിൽ അറിയിച്ചിട്ടില്ല? ഇല്ല, ഒന്നും അറിയിച്ചിട്ടില്ല. കൃത്യമായിട്ട് പോകാൻ കഴിയുന്നതാണ് പ്രതീക്ഷ. പലരുടെയും വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞല്ലോ അല്ലേ? അതെ. വീണ, ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കൃത്യമായി തന്നെ അവരുടെ ബന്ധുക്കൾക്ക് യാത്ര പോകാൻ കഴിയുന്നുണ്ട്. ആ വിമാനങ്ങൾ പൂർണ്ണമായും അവർ റദ്ദാക്കിയിട്ടില്ല എന്നത്. എന്നാൽ റദ്ദാക്കിയ വിമാനങ്ങൾ, ഈ 17 വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർ, അവർ ഇങ്ങോട്ടേക്കുള്ള യാത്രക്കാരുണ്ട്, തിരിച്ച് യാത്ര പോകേണ്ട ആളുകളുണ്ട്. കുവൈറ്റ്, കൊച്ചി UAE, കൊച്ചി മസ്കറ്റ്, ഒപ്പം തന്നെ ദോഹ, കൊച്ചി ദമാം വിമാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ റദ്ദാക്കിയതായാണ് ഇപ്പോൾ വിവരം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളെല്ലാം വീണ്ടും ഒരു സമയ പുനഃക്രമീകരണത്തിന് ശേഷം യാത്ര ആരംഭിക്കുമ്പോൾ മാത്രമാണ് ഈ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ഒരു വിരാമമാവുകയുള്ളൂ. ശരി, ജിജീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതേസമയം നമുക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലെ കാര്യങ്ങൾ കൂടി നോക്കണം. ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ ബാധിച്ചു എന്നറിയുന്നു. ഇന്ന് പുലർച്ചെ 2:30 കരിപ്പൂരിലെത്തി 3:35 ദോഹയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഖത്തർ എയർവേസിന്റെ വിമാനം റദ്ദാക്കിയിൽ ഉൾപ്പെടുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട്ട് നിന്ന് വിവിധ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് വിമാന സർവീസുകളുടെ കാര്യത്തിൽ യാത്രക്കാർ ഉറപ്പുവരുത്തണം എന്നാണ് വിമാന കമ്പനി അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശിവദാസ് കന്മനം ചെയ്യുന്നുണ്ട്. ശിവദാസ്, അങ്ങനെ ഒരു അറിയിപ്പ് പോയപ്പോൾ തന്നെ പലരും ഒരുപക്ഷെ പുറപ്പെട്ടിട്ടുണ്ടാകും വിമാനത്താവളങ്ങളിലേക്കൊക്കെ. അങ്ങനെ വഴിയിൽ കുടുങ്ങിപ്പോയ ആളുകളുമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്?
വീണ, ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമാന സർവീസുകളെ കൂടി അത് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് രൂക്ഷമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിലേക്കും ഇത്തരത്തിലുള്ള ഒരു യുദ്ധ സാഹചര്യം, ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗൾഫ് നാടുകളിലേക്കുള്ള വിമാന സർവീസുകളെ കൂടി അത് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മലബാറിൽ നിന്നും നിരവധി യാത്രക്കാർ ഇത്തരം ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ട്. ഈ അപ്രതീക്ഷിതമായി വിമാനങ്ങൾ സർവീസ് ചെയ്യുന്നത് ഇത് അവരെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ യാത്ര ചെയ്യേണ്ട ആളുകൾ ഉണ്ട്. ഇന്നും ഇന്നലെയും എല്ലാം തന്നെ യാത്ര ചെയ്യേണ്ട ആളുകൾ ഉണ്ട്. അപ്രതീക്ഷിതമായി ഇങ്ങനെ വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്നത് വലിയ രീതിയിൽ തന്നെ അവരെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ഗൾഫ് കോഴിക്കോട് വിമാന സർവീസുകളെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 1:20 അബുദാബിയിലേക്ക് പോകേണ്ട ഇൻഡിഗോ വിമാനം യാത്രക്കാരെ ചെക്ക് ഇൻ ചെയ്ത ശേഷം പിന്നീട് അത് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടെ ഈ യാത്രക്കാർ വഴിയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ദമാമിലേക്ക് പുറപ്പെടേണ്ട വിമാനം, അതോടൊപ്പം തന്നെ റിയാദ്, അബുദാബി, മസ്കറ്റ്, ഷാർജ തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതോടൊപ്പം തന്നെ കരിപ്പൂരിൽ നിന്ന് തിരിച്ചും പോകേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിലെ ദോഹയിലേക്ക് ഇന്ന് പുലർച്ചെ 3:35 പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളും തിരിച്ച് കരിപ്പൂരിലേക്ക് എത്തേണ്ട വിമാനങ്ങളും റദ്ദാക്കിയത്. ഇത് വലിയ രീതിയിൽ, പ്രത്യേകിച്ച് മലബാറിൽ നിരവധി ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഈ വിമാനങ്ങൾ റദ്ദാക്കിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി യാത്രക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ ഉറപ്പാക്കണം എന്നാണ് വിമാന കമ്പനി അധികൃതർ, അതായത് വിമാന സർവീസുകൾ കൃത്യമായി ഉറപ്പാക്കണമെന്ന് വിമാന കമ്പനികൾ ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമാനത്താവള അധികൃതരും അത്തരത്തിലുള്ള ഒരു അറിയിപ്പാണ് നൽകുന്നത്. യാത്രക്കാർ ഇക്കാര്യങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തണം, അതിൻ്റെ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് വിമാന കമ്പനി അധികൃതരും അതോടൊപ്പം വിമാനത്താവള അധികൃതരും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നിരവധി യാത്രക്കാരാണ് ഇതുമൂലം വലിയൊരു ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വീണ. ശരി ശിവദാസ്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടും നിലമ്പൂരിൽ ഏറ്റുവാങ്ങിയ വൻ പരാജയത്തിന്റെ ഞെട്ടലിൽ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും. ഭരണവിരുദ്ധ വികാരവും പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. ഭരണപരാജയം മറയ്ക്കാൻ വർഗീയ പ്രചാരണം മതിയാവില്ലെന്ന് പാർട്ടി വേദികളിൽ ഉന്നയിക്കാൻ പിണറായി വിരുദ്ധ ചേരി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നും CPM-ൽ അടക്കം പറച്ചിൽ. വിവരങ്ങളുമായി പ്രജിത് സി മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. എന്താണ് നിലമ്പൂരിൽ CPM-ന് ഏത് തരത്തിലുള്ളൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പറയൂ. വീണ, തുടർഭരണ മോഹങ്ങളുമായിട്ടാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു മിന്നും ജയമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അത് ഇവിടുന്ന് അടുത്ത തുടർഭരണ നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനൊരു തുടക്കമാകട്ടെ എന്ന രീതിയിലൊക്കെയായിരുന്നു ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. അതിനനുസരിച്ചുള്ള വലിയ പ്രചാരണം തന്നെയാണ് നിലമ്പൂരിൽ നടത്തിയത്. പാർട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ ഇറക്കി. അതോടൊപ്പം തന്നെ PDP പോലെയുള്ള തീവ്രവർഗീയ കക്ഷികളുമായി പരസ്യ ബാന്ധവമുണ്ടായി. പച്ചയായ വർഗീയ പ്രചാരണം നിലമ്പൂരിൽ നടത്തി. തീവ്ര മുസ്ലിം പ്രചാരണത്തിൽ അല്ലെങ്കിൽ മുസ്ലിം പീഡനത്തെ ലക്ഷ്യമിട്ടുള്ള വിവിധ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലടക്കം നമ്മളതൊക്കെ കണ്ടതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണമൊക്കെ നടത്തിയിട്ടും പക്ഷേ നിലമ്പൂരിൽ എല്ലാം കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ടത്. ഇതിന് വലിയ ഒരു ഞെട്ടലോടെയാണ് മുഖ്യമന്ത്രിയും CPM-ഉം LDF-ഉം ഒക്കെ കാണുന്നതെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം മൊത്തം പോൾ ചെയ്ത വോട്ട് കണക്കിൽ CPM-ൻ്റെയും LDF-ൻ്റെയും ഷെയർ വരുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം അത് സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ അത് സംബന്ധിച്ച വിവാദങ്ങൾ, അത് പിന്നീട് ഭരണവിരുദ്ധ വികാരത്തിലേക്ക് കാരണമായിരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിലെ വീഴ്ച, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ വോട്ട് കണക്കിലേക്ക് വരികയാണെങ്കിൽ നിലമ്പൂരിൽ പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ 55.4% വോട്ടുകളും പിടിച്ചെടുത്തിരിക്കുന്നത് UDF-ഉം അൻവറും ചേർന്നാണ്. പിന്നീട് BJP അടക്കമുള്ള മറ്റ് കക്ഷികളുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ആകെ 62.12% വോട്ടുകളും LDF-നെതിരാണ്. അതായത് സർക്കാരിൻ്റെ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF-ന് ഇടതുമുന്നണിക്ക് കൃത്യമായ മറുപടി ജനം നൽകിയിരിക്കുകയാണ്. അതിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വോട്ട് കണക്ക് തന്നെയാണ്. മണ്ഡലത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം LDF-ൻ്റെ വോട്ട് ഷെയറിൻ്റെ കുറവ് വന്നിരിക്കുന്നു. അതിൽ കൃത്യമായൊരു കാര്യം കണക്ക്
പറയാൻ തന്നെ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. സാധാരണഗതിയിൽ എവിടെയൊക്കെ എത്ര വോട്ട് പോൾ ചെയ്യും കൃത്യമായൊരു കണക്ക് എല്ലാ തവണയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ CPM പുറത്തുവിടുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അനാലിസിസ് ഒക്കെ പുറത്തു വരുന്നതാണ്. പക്ഷേ ഇത്തവണ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവരുടെ സംഘടനാ സംവിധാനത്തിലും അതിലുള്ള വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് CPM മനസ്സിലാക്കുന്നത്. കാരണം പ്രാദേശിക തലങ്ങളിൽ സർക്കാരിനെതിരായിട്ടുള്ള വികാരം അത് പ്രതിരോധിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാൻ കീഴ്ഘടകങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ CPMലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പിണറായി വിരുദ്ധ ചേരിയും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അതിൻ്റെ ഫലം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി വേദികളിലൊക്കെ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കാനൊക്കെയുള്ള സാധ്യത ഇനി വരും ദിവസങ്ങളുണ്ട്. നമ്മൾ ഈ കുറച്ചുകൂടി കൃത്യമായി ഈ കണക്കുകളുടെ കാര്യം വരുമ്പോഴാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടിങ്ങിൽ അതിൽ പ്രത്യേകിച്ച് തപാൽ വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവുണ്ട്. അതായത് CPMന് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം സാധാരണഗതിയിൽ തപാൽ വോട്ടുകളുടെയൊക്കെ കണക്ക് നമ്മൾ എടുക്കുമ്പോൾ അത് എപ്പോഴും CPMന് അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന് ഗുണകരമാകുന്ന രീതിയിലാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. കൂടുതലും സർവീസ് സംഘടനകളുടെയൊക്കെ ശക്തി പരിഗണിക്കുമ്പോൾ അത് CPMന് തന്നെയാണ് അത്തരം തപാൽ വോട്ടുകളൊക്കെ എപ്പോഴും കൂടുതലായി ലഭിക്കാറുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ ആ ഒരു കണക്കിലേക്ക് വരുമ്പോഴാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 1322 തപാൽ വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 501 വോട്ടുകൾ മാത്രമാണ് സ്വരാജിന് ലഭിച്ചത്. അതായത് വെറും 38% ഏകദേശം അത് വരുന്നത്. ആര്യാടൻ ശക്വത്തിന് 650 മുകളിൽ വോട്ട് ലഭിച്ചിരിക്കുന്നു. BJPക്ക് 86, അൻവറിന് 70 വോട്ടുകളും ലഭിച്ചിരിക്കുന്നു. അതായത് തപാൽ വോട്ട് ചെയ്ത സർക്കാർ ജീവനക്കാരിൽ 62% പേരും നിലവിൽ ഭരിക്കുന്ന സർക്കാരിനെതിരാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ കാണേണ്ടത്. എന്തായാലും നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചകൾ, നേരത്തെ റേഷൻ വിതരണത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആശമാരുടെ സമരം പോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രാദേശിക തലങ്ങളിലുള്ള വികസന പ്രവൃത്തികൾക്ക് സർക്കാരിന് പണമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വശത്ത് ദൂർത്ത് നിലനിൽക്കുന്നു. അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള വിവിധ വിഷയങ്ങൾ അത് പ്രാദേശിക തലങ്ങളിൽ പോലും ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടി സമ്മേളനം കഴിഞ്ഞ് പാർട്ടിയിൽ വീണ്ടും ശക്തനായ മുഖ്യമന്ത്രിക്ക് ഇനി ഒരു 3ാം അംഗത്തിന് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഒരു തവണ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആലോചനകളും ചർച്ചകളും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സർക്കാരിനെതിരായ ഒരു വികാരം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. മറ്റെന്തൊക്കെ കാരണങ്ങൾ പറയുമ്പോഴും CPMനുണ്ടായിട്ടുള്ള LDFനുണ്ടായിട്ടുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ചയൊക്കെ ഇത്തരമൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിലറിയേണ്ടത് ഇതുവഴി CPMലും LDFലും ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുമോ എന്നുള്ളതാണ്. കാരണം ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണപരാജയമൊക്കെ മറച്ചു പിടിക്കാൻ തീവ്ര വർഗീയ പ്രചാരണം കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവായി നിലമ്പൂരിനെ കാണണമെന്ന് കരുതുന്ന ഒരു വിഭാഗം നേതാക്കളെങ്കിലും CPMലുണ്ട്. സർക്കാരിൻ്റെ വീഴ്ചകൾ തുടർ വീഴ്ചകളൊക്കെ മറച്ചു പിടിക്കാൻ ഇത്തരം നടപടികൾ കൊണ്ട് കഴിയില്ല. പാർട്ടി സംവിധാനത്തിൻ്റെ വീഴ്ചയും പരിശോധിക്കപ്പെടണമെന്ന് തന്നെയാണ് ആ നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. കാരണം ഇല്ല എങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ സമാനമായ രീതിയിൽ വലിയ തിരിച്ചടി നേരിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ മുഖം എന്താകണം എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് പോലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖം ആരാകണം തുടങ്ങിയിട്ടുള്ള ചർച്ചകൾക്ക് പോലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ LDFലും CPMലും ഒക്കെ ചർച്ചകൾ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുറന്നിടുന്നുണ്ട്. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങുന്നത്. അതിശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് CPM അവിടെ മത്സരിക്കാൻ എത്തിയത് എന്നുള്ളതിൽ തർക്കമില്ല. അവരുടെ പാർട്ടി മിഷണറിയൊക്കെ ഈ പ്രത്യേകിച്ച് അൻവറിനെതിരെയുള്ള ഒരു വികാരത്തിലൊക്കെ പാർട്ടി മിഷണറിയൊക്കെ കൂടുതൽ സജീവമായി പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനൊന്നും CPMന് കഴിഞ്ഞില്ല എങ്കിൽ, വോട്ട് പിടിക്കാൻ CPMന് കഴിഞ്ഞില്ല എങ്കിൽ, പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ വോട്ടെടുപ്പിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന LDF പരാജയപ്പെട്ടു പോയതിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരമാണെന്ന് 62% വരുന്ന ജനങ്ങളുടെ വോട്ട് അത് നേരിട്ട്, പിന്നീട് തപാൽ വോട്ടിലും ഏതാണ്ട് 62% വോട്ട് സർക്കാരിനെതിരെ കൃത്യമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നതിനുള്ള കണക്കുകൾ വെച്ചുള്ള തെളിവുകൾ കൂടിയാണത്. ശരി പ്രജിത്ത്, ഒരു പക്ഷേ ഈ വിഷയം വളരെ ആഴത്തിൽ ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, പ്രതികരണങ്ങളും തേടേണ്ട വിഷയമാണ്. വരും മണിക്കൂറുകളിൽ നോക്കാം. മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന്റെ 100ാം വാർഷികാഘോഷം ഇന്ന് ഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നാരായണ ഗുരുദേവന്റെ ആശയത്തിൽ എത്ര ആഴത്തിൽ ഉൾക്കൊണ്ട മറ്റൊരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനാകില്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. പണ്ടത്തെ രൂപത്തിലുള്ള ജാതിഭേദ ചിന്ത രാജ്യത്ത് നിലനിൽക്കുന്നില്ല എങ്കിൽ തന്നെയും ജാതി മനുഷ്യൻ്റെ മനസ്സിലിപ്പോൾ കുടികൊള്ളുകയാണ്. ജാതിഭേദം കൊണ്ടും ചാതുർവർണ്ണയ വ്യവസ്ഥ കൊണ്ടും നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയില്ല.
അതിനെ ദൂരീകരിക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ഡൽഹിയിൽ വിജ്ഞാന ഭവനിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ള മഹിതമായ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുവാൻ ബഹുമാന്യനായ നരേന്ദ്രമോദിജിയുടെ സന്ദേശം പര്യാപ്തമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നത്തെ ഈ സമാഗമത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നുണ്ട്. മറ്റാരൊക്കെ പങ്കെടുക്കും? വിവരങ്ങൾ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവൻ്റെയും സമാഗമത്തിൻ്റെ 100ാം വാർഷികം ഡൽഹിയിൽ വിഗ്യാൻ ഭവനിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ പരിപാടി പ്രധാനമന്ത്രി എത്തുന്നത് 11 മണിക്കാണ്. അദ്ദേഹത്തിന് 11 മണിക്ക് അദ്ദേഹം ഈ വിഗ്യാൻ ഭവനിലേക്ക് എത്തി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. 1925 മാർച്ച് 12-ന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ശിവഗിരി മഠത്തിൻ്റെ ശ്രീനാരായണ മഠവുമായി ബന്ധപ്പെട്ട് ഈ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും തന്നെ ഈ ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നു. സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ പൗരപ്രമുഖരായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ, വലിയ ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാമിമാർ ഓരോരുത്തരായി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട സ്വാമിമാർ ഓരോരുത്തരായി എത്തുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാനും സാധിക്കുകയും ചെയ്യും. 11 മണിക്ക് പ്രധാനമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിന് ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. അടൂർ പ്രകാശ് MP ഈ പരിപാടിയുടെ ഭാഗമായി എത്തുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഓർക്കേണ്ടത്, 2 ചരിത്ര പുരുഷന്മാരുടെ സമാഗമത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് നടക്കാൻ പോകുന്നത്. 100 വർഷങ്ങൾ ആകുന്ന ഒരു സാഹചര്യം. മഹാത്മാഗാന്ധിയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന സമയത്ത് മഹാത്മാഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് സ്വാമി സച്ചിദാനന്ദ കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള അങ്ങയുടെ ഒരു തത്വം അത് എങ്ങനെ പ്രാവർത്തികമാകും എന്ന് ചോദിച്ചപ്പോൾ ഒരു മാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധിക്ക് അതിൽ ഒരു ദിശാബോധം നൽകി എന്ന് സ്വാമി സച്ചിദാനന്ദ ഇന്നലെ പറയുകയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ ഇത്ര ആഴത്തിൽ ഉൾക്കൊണ്ട മറ്റൊരു പ്രധാനമന്ത്രിയും ചരിത്രത്തിൽ ഉണ്ടാകില്ല എന്ന് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്നലെ സ്വാമി സച്ചിദാനന്ദ പറയുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. നമുക്ക് 1-2 ആളുകളുടെ പ്രതികരണം കൂടി എടുത്തു പോകാമെന്ന് തോന്നുന്നു. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മയൂർ ഫേസ് 2. ഇത് ഇത്രയും വലിയൊരു പരിപാടി, ഒരു 100 വർഷം തികയുകയാണ്. 2 പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാർ കണ്ടുമുട്ടിയതിൻ്റെ വലിയൊരു ആഘോഷമായി മാറുകയാണല്ലേ? അതെ, തീർച്ചയായും ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ ആ ഭാഗത്ത്? ഒത്തിരി എത്തിയിട്ടുണ്ട്. പലരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി കൂടി എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. സ്വാമി, നമസ്തേ. ഇന്ന് ഇതൊരു ചരിത്ര സംഭവം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2 ചരിത്ര പുരുഷന്മാർ കണ്ടുമുട്ടിയതിൻ്റെ ഓർമ്മ പുതുക്കൽ നടക്കുന്നു. 100 വർഷം തികയുകയാണ്. സ്വാമി, എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തെ ഒരുക്കങ്ങൾ? എങ്ങനെയാണ് ഇതൊരു വലിയ മഹാസംഭവമായി മാറാൻ പോവുകയാണ്? ഏതാണ്ട് 2000-ഓളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഭാരതത്തിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ചരിത്രത്തിൽ വലിയ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയ സംഭവമാണ് ഇരുവരും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിലും കാമ്യമായ സംഭാവനകൾ ചെയ്യുവാൻ ഈ സംഭാഷണത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതയും സവിശേഷതയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ശതാബ്ദി സമ്മേളനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം കൂടി ഈ ഒരു പരിപാടിയുടെ മാറ്റുകൂട്ടുന്ന ഒരു സംഗതിയായി മാറില്ലേ? ഇന്നലെ തന്നെ അങ്ങ് പറയുകയുണ്ടായി, ശ്രീനാരായണ ദർശനങ്ങളെ വളരെ ആഴത്തിൽ പഠിച്ച വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ മറ്റൊരു പ്രധാനമന്ത്രിയും കാണിക്കാത്ത രൂപത്തിലുള്ള ആദരവും
അംഗീകാരവും ശ്രീനാരായണ ഗുരുവിന് നൽകിക്കൊണ്ട് ഗുരു ഇന്ത്യയുടെ ആത്മചൈതന്യമാണെന്ന് അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു. മാത്രമല്ല, ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നുള്ള സന്ദേശമാണ് ഗുരു ലോകത്തിന് ആദ്യമായി നൽകിയത്. ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലുള്ളൊരു ഭാരതമാണ് കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് അന്നത്തെ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അവർ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഒരു നിശ്ചയദാർഢ്യം പാർലമെൻറ്റിൽ പ്രഖ്യാപനം ചെയ്യുകയുണ്ടായി. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഭാരതമൊട്ടാകെ ഇപ്പോൾ നടന്നു വരുന്നു എന്ന് കാണുന്നതിൽ ശിവഗിരി മഠത്തിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ സ്വാമി, ഇതൊരു ചരിത്ര സംഭവമായി മാറട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പോൾ സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരടക്കം ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ വിഗ്യാൻ ഭവനിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മഹാപുരുഷന്മാരുടെ, ചരിത്ര പുരുഷന്മാരുടെ സമാഗമത്തിൻ്റെ ഓർമ്മകൾ ഈ ഡൽഹിയിൽ ഇപ്പോൾ അലയടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തീർത്തും തെറ്റില്ല. കാരണം 1925 മാർച്ച് 12 ശിവഗിരി മഠത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവനും നടത്തിയ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ പുതുക്കുകയാണ്. ആ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേരും. 40 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും വലിയ ചരിത്ര സംഭവമായി ഇത് മാറട്ടെ എന്നുള്ള ആശംസകൾ നേരുന്നു. തീർച്ചയായും. അപ്പോഴേക്കും തിരിച്ചു വരാം ശ്രീകാന്ത്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന്റെ 100ാം വാർഷികാഘോഷമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമസ്ത AP വിഭാഗം മുസ്ലിം സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്ന് വിമർശനം. താലിബാൻ നയം പിന്തുടരുന്ന AP വിഭാഗത്തിന് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുന്നതായും സാവിയത്ത് സൂഫിയ എന്ന സംഘടന ആരോപിച്ചു. ഇതിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ തേടണം. ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്നും ചേരേണ്ടത്. വാർത്ത ഇതാണ്: സമസ്ത AP വിഭാഗം മുസ്ലിം സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ പരാതി നൽകി ദിവസങ്ങളായിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. പരിശോധിക്കാം എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല. ദിസ്ന, പോലീസ് കേസെടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പിന്നീട് ഉന്നയിക്കപ്പെട്ടോ? വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സാഫിയത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം അടക്കമുള്ള പരിപാടികൾ നടത്തിയിരുന്നു. കോഴിക്കോട് വെച്ച് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമം ഉണ്ടായത്. ഈ സംഗമത്തിലടക്കം പോലീസ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ നേതാക്കൾ ഇവരുടെ കുടുംബത്തിലെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടക്കമുള്ള ചിത്രങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് എന്നൊരു ആരോപണം ഉയർന്നു വരുന്നു. നമ്മൾ കണ്ടതാണ് നിഖാബ് ധരിക്കാത്തതിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, അവരുടെ കുടുംബത്തിന്റെ സ്വകാര്യമായ നിമിഷങ്ങളിൽ അവർ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെയും പകർത്തി വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ കുളു മണാലിയിലേക്ക് യാത്ര ചെയ്ത ആ ഉമ്മയുടെ അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ വലിച്ചിഴച്ച അവരുടെ കുടുംബത്തെയും വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു ആരോപണം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് പ്രചരിപ്പിച്ചത്, ഈ ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ഇവർ കൃത്യമായ തെളിവുകൾ നിരത്തിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നടപടി എടുക്കാതെ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുവാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ പ്രതിഷേധ സംഗമത്തിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ പോലീസ് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ കുടുംബങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച്, സ്ത്രീകളെയൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. അത് എത്രത്തോളം മാനസികമായ വിഷമങ്ങൾ അവർക്കുണ്ടാക്കുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. എന്തായാലും ശക്തമായ നടപടി സ്വീകരിക്കണം എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. വീണ, ഓക്കെ, ശരി. ദിസ്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. മെസ്സിക്ക് പിറന്നാൾ ആശംസകൾ.
ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സിക്ക് ഇന്ന് പിറന്നാൾ. മറ്റാർക്കും അതിവേഗം എത്തിപ്പിടിക്കാനാവുന്നതിലും ഉയരത്തിലാണ് ഇന്ന് മെസ്സി. ഇനിയൊരാൾ കീഴടക്കാൻ സാധ്യത കുറഞ്ഞ ഒരുപിടി റെക്കോർഡുകളാണ് മെസ്സി ഇക്കാലയളവിൽ തന്റെ പേരിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോയിലായിരുന്നു ലയണൽ ആന്ദ്രേസ് മെസ്സിയുടെ ജനനം. ചെറുപ്രായത്തിൽ തന്നെ പന്ത് തട്ടിത്തുടങ്ങിയ മെസ്സിയെ 10-ാം വയസ്സിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി തേടിയെത്തി. ശരീര വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഹോർമോൺ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം അവനെ പിടികൂടി. അസാമാന്യ പ്രതിഭയായിരുന്ന മെസ്സിയുടെ ഫുട്ബോൾ ജീവിതം അവന്റെ കൗമാരപ്രായത്തിനു മുന്നേ അവസാനിച്ചേക്കുമെന്ന അവസ്ഥയിലെത്തി. എന്നാൽ മെസ്സി എന്ന അത്ഭുത ബാലനെക്കുറിച്ചറിഞ്ഞ സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണ മെസ്സിയെ ക്ലബിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രം. ബാഴ്സയുടെ കരാർ ലഭിച്ച മെസ്സി തന്റെ 12-ാം വയസ്സിൽ സ്പെയിനിലേക്ക് പറന്നു. ബാഴ്സലോണയുടെ അക്കാദമി ടീമിനായി അത്ഭുത പ്രകടനങ്ങൾ നടത്തുന്ന അത്ഭുത ബാലന്റെ വീരകഥകൾ ലോകമെങ്ങും പടർന്നു. തന്റെ മികവിന് അംഗീകാരം എന്നോണം 17-ാം വയസ്സിൽ അവന് ബാഴ്സലോണയുടെ സീനിയർ ടീമിലേക്ക് വെളിവന്നു. 2005 ഓഗസ്റ്റ് 17 ഹംഗറിക്കെതിരെ കളിച്ചുകൊണ്ട് അർജന്റീനയുടെ സീനിയർ ടീമിലേക്കും മെസ്സി അരങ്ങേറ്റം കുറിച്ചു. 2008 ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്കൊപ്പം സ്വർണം നേടിയ താരം 2014 ബ്രസീലിൽ വെച്ച് നടന്ന ഫിഫ ലോകകപ്പിൽ തന്റെ ടീമിനെ ഫൈനലിൽ എത്തിച്ചു. ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടി. 2015-16 വർഷങ്ങളിൽ അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തുമ്പോഴും അതിന് പിന്നിലെ പ്രധാന കാരണക്കാരനായി മെസ്സി ഉണ്ടായിരുന്നു. ദേശീയ ടീമിനു വേണ്ടി പ്രധാന കിരീടം നേടിയിട്ടില്ല എന്ന വിമർശനങ്ങൾക്ക് കോപ്പ അമേരിക്കയും ഫൈനലിസ്മയും പിന്നാലെയുള്ള ലോകകപ്പും നേടിയാണ് മെസ്സി മറുപടി നൽകിയത്. മറ്റാർക്കും അതിവേഗം എത്തിപ്പിടിക്കാനാവുന്നതിലും ഉയരത്തിലാണ് മെസ്സി. ഇനിയൊരാൾ കീഴടക്കാൻ സാധ്യത കുറഞ്ഞ ഒരുപിടി റെക്കോർഡുകളാണ് മെസ്സി ഇക്കാലയളവിൽ തന്റെ പേരിൽ എഴുതി ചേർത്തിരിക്കുന്നത്. 8 ബലൻഡിയോർ പുരസ്കാരങ്ങൾ, ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഒരു ക്ലബിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഒരു യൂറോപ്യൻ ക്ലബ് സീസണിൽ കൂടുതൽ ഗോളുകൾ, അർജന്റീനയ്ക്ക് വേണ്ടി കൂടുതൽ ഗോളുകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ സ്വന്തം പേരിൽ മെസ്സി എഴുതി ചേർത്തു. പണ്ട് കുട്ടിക്കാലത്ത് ഉയരക്കുറവ് കൊണ്ട് തനിക്ക് നഷ്ടമായ റൊസാരിയോയിലെ തെരുവുകൾ ഇന്ന് അവനു വേണ്ടി നീലയണിഞ്ഞു. അവനെ സ്വീകരിക്കാൻ വീഥികൾ മനുഷ്യസാഗരമായി മാറി. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെടലുകൾക്ക് വിധേയനായ ഈ കളിയിലെ ദൈവതുല്യനായ താരമാണ് മെസ്സി. കാലിൽ പന്ത് ഉള്ളിടത്തോളം കാലം അവൻ ഈ കണക്കുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, നേട്ടങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഫുട്ബോളിലെ മിശിഹയ്ക്ക് ജനം ടിവിയുടെ പിറന്നാൾ ആശംസകൾ. എം നിഖിൽകുമാർ, സ്പോർട്സ് ഡെസ്ക്, ജനം. അങ്ങനെ ചുമ്മാ അങ്ങ് ആശംസകൾ പറഞ്ഞു പോയാൽ മതിയോ? നമുക്ക് ആഘോഷമാക്കണ്ടേ? അപ്പോൾ നിഖിൽ കുമാർ ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്ന്. നിഖിലിനെ കുറിച്ച് ആദ്യം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ലയണൽ മെസ്സിയുടെ കളിയൊക്കെ സ്ക്രീനിൽ കാണുന്നു, അത് കാണാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞിരിക്കുന്നു, കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഫുട്ബോൾ പ്രേമികളുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ നിഖിലിനെ സംബന്ധിച്ചിടത്തോളം നിഖിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് ലയണൽ മെസ്സിയെ എന്ന് നിങ്ങൾക്കറിയാമോ? എന്ന് മാത്രമല്ല, ലയണൽ മെസ്സിയുടെ ദൃശ്യങ്ങൾ നേരിട്ട് പകർത്താൻ കഴിഞ്ഞു, മെസ്സിയെക്കുറിച്ചൊരു പുസ്തകം രചിക്കാൻ കഴിഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് പോകാം നിഖിലിലേക്ക്. നിഖിൽ ഒരു പക്ഷേ ഞാൻ ഒക്കെയും ആഘോഷിക്കുന്നത് പോലെ അല്ല നിഖിൽ ഇത് ആഘോഷിക്കുന്നത്. നിഖിൽ കുറച്ചുകൂടി നമ്മളെന്നും പോലെയല്ല, അറിയാവുന്ന ആളുടെ ഒരു ആഘോഷം, പിറന്നാൾ ആഘോഷം എന്ന രീതിയിലാണ് എനിക്കിപ്പോൾ ഇത് പറയാൻ തോന്നുന്നത്. നിഖിൽ, തീർച്ചയായും, അതായത് വീണ പറഞ്ഞതുപോലെ മെസ്സിയെ നേരിട്ട് കണ്ട അതിൻ്റെ അനുഭവം അത് എന്താണ്, എത്ര പറഞ്ഞാലും എന്താണ് അത് പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. ഈ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയൊരു ബുക്ക് വീണ നേരത്തെ പറഞ്ഞതുപോലെ മെസ്സിക്കൊപ്പം മെസ്സിയോളം എന്നുള്ളൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. ഖത്തർ ലോകകപ്പ്, ഖത്തറിൽ 2022 ലോകകപ്പ് നടന്നപ്പോഴാണ് മെസ്സിയെ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചത്. അതായത് ഈ ഒരു ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിഫയുടെ അക്രഡിറ്റേഷൻ കിട്ടിയപ്പോൾ തന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയത് ലോകകപ്പിന് എന്തായാലും പോകണം എന്ന് തീരുമാനിച്ചത് മെസ്സിയെ നേരിട്ട് കാണണം. കാരണം അത്രത്തോളം മെസ്സിയുടെ ഒരു കടുത്ത ആരാധകനായിരുന്നു എനിക്ക് സ്വപ്നതുല്യ ഒരു നിമിഷം. കാരണം മെസ്സി കപ്പ് ഉയർത്തുന്നത് നേരിട്ട് കാണാൻ സാധിച്ചു. അതായത് ലുസൈൽ സ്റ്റേഡിയത്തിൽ മെസ്സി ആദ്യമായൊരു ഫുട്ബോൾ ലോക കിരീടം, ഒരു ലോകകപ്പ് സ്വന്തമാക്കുന്നത് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യവുമാണ്. എന്തായാലും ആ ബുക്കിൻ്റെ പേര് തന്നെ മെസ്സിക്കൊപ്പം മെസ്സിയോളം. അതായത് മെസ്സി എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടോ അത്രത്തോളം ഞാനും സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ബുക്കിനും പേരിടാൻ ഉള്ള കാര്യം. വീണ, നിഖിൽ, ഇന്നിപ്പോൾ ഈ മെസ്സിയുടെ പിറന്നാൾ ആഘോഷം എങ്ങനെയാണ് ഫുട്ബോൾ ലോകം ഒന്നാകെ ആഘോഷിക്കുന്നത്?
ഫുട്ബോൾ ലോകം ആരാധകരൊക്കെ തന്നെ രാത്രിയിൽ തന്നെ വലിയ ആഘോഷങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. വേറെ മറ്റ് ഔദ്യോഗികമായി വേറെ ആഘോഷങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അറിവായിട്ടില്ല. പക്ഷേ ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആരാധകർ ഈ ഒരു രാത്രി എന്നല്ല, കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ ആരാധകർ ഈ ഒരു പിറന്നാൾ അത് വലിയ രീതിയിൽ ആഘോഷമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്. നേരത്തെ വീണ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് മെസ്സിയുടെ ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് പകർത്താൻ സാധിച്ചിരുന്നു എന്നൊരു കാര്യമുണ്ട്. അതായത് മെസ്സിയുടെ പ്രാക്ടീസ് ഗ്രൗണ്ടിൽ നേരിട്ടെത്തി ഒരു മലയാളം മാധ്യമം നേരിട്ടെത്തി മെസ്സിയുടെ പരിശീലനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുക, അതിനുള്ള അവസരം, അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആ ഗ്രൗണ്ടിലെത്തി എത്തിയിട്ട് അവിടുന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയ സമയം, റിപ്പോർട്ടിങ്ങിനോട് എത്തിയ സമയം ആദ്യം ഒരു 5 മിനിറ്റോളം ഞാൻ അവിടെ സ്റ്റക്കായി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. അതായത് മെസ്സിയെ നേരിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, എന്തിന് ഞാൻ ഈ ഒരു റിപ്പോർട്ടിങ്ങിനെത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ 5 മിനിറ്റ് എന്തായാലും സമയം എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് ദൃശ്യങ്ങൾ പകർത്തിയത് നമുക്ക് വേണ്ടി. അതായത് എനിക്ക് തോന്നുന്നു ആദ്യമായൊരു മലയാള മാധ്യമം മെസ്സിയുടെ പ്രാക്ടീസ് ഗ്രൗണ്ടിൽ നിന്നും വിഷ്വൽ ഓൺ-എയർ കാണിക്കുന്നത് ജനൻ TV ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് അഭിമാനപൂർവ്വം എന്തായാലും പറയാൻ സാധിക്കുന്നുണ്ട്. വീണ, നിഖിൽ, ഒരു കാര്യം കൂടി, പിറന്നാൾ ദിവസം വയസ്സ് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നേരിട്ട് ചോദിക്കുന്നില്ലല്ലോ. എനിക്ക് നിഖിലിനോട് ചോദിക്കാമല്ലോ. എങ്കിൽ പോലും മെസ്സിക്ക് ഇന്ന് എത്ര വയസ്സായി എന്ന് കൂടി പറയാമോ? 7 വയസ്സ് പൂർത്തിയായി 38ലേക്ക് കടക്കുകയാണ് മെസ്സി. ഇനിയും ഇപ്പോഴും 38ാം വയസ്സിലും ആക്റ്റീവായി തന്നെ ഫുട്ബോളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് മറ്റാർക്കും കീഴടക്കാനാകാത്ത ഒരുപിടി റെക്കോർഡുകൾ തൻ്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. ഈ 38ാമത്തെ വയസ്സിലും മെസ്സി ആ റെക്കോർഡുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ റെക്കോർഡുകൾ. അതായത് തനിക്ക് 38 വയസ്സായി, അത് കണക്കിൽ മാത്രമാണ് ഈ ഒരു 38 എന്നൊരു പ്രായം നമുക്ക് പറയാൻ സാധിക്കുക. അത് പ്രകടനത്തിൽ ആ ഒരു കണക്കേ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ലോകകപ്പിൽ, ഖത്തർ ലോകകപ്പിന് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോകാൻ അത്രത്തോളം ഇത് വെച്ചാൽ മെസ്സി ആ ലോകകപ്പോടുകൂടി വിരമിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പ് ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മെസ്സി നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ഈ പ്രായമൊക്കെ വെറും നമ്പറാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇപ്പോൾ 38ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു. ഇപ്പോഴും പ്രകടനങ്ങൾ. ഇനി അടുത്ത ലോകകപ്പിൽ മെസ്സി എന്തായാലും കളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ശരി നിഖിൽ. ഏതായാലും മെസ്സിയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമാകട്ടെ. ലോകത്ത് എല്ലായിടത്തും മെസ്സി ആരാധകർ ആഘോഷം ഗംഭീരമാക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. പിറന്നാൾ ദിനാശംസകളും നേരാം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ആഘോഷമാക്കി അറബ് ലോകവും. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ 5000-ലേറെ പേർ പങ്കെടുത്തു. ഷാർജയിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭാരത ലോകത്തിന് സമ്മാനിച്ച യോഗയെ അറബ് ലോകവും ഏറ്റെടുക്കുകയായിരുന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, പ്രവാസി ഭാരതീയ സംഘടനകളായ FI ഈവൻസും ഏകദീയമായി സഹകരിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന യോഗ ദിനാചരണത്തിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് പേരാണ്. This is the 11th International Day of Yoga. This year we thought we would like to take it to one of the Northern Emirates, and which better place to go than Sharjah, which is a hub of culture and family values. So we decided to come to Sharjah. We got wonderful support from the chambers. We have our partners, Ekata and Friends of India, who have always supported us every year. So this year we are doing it in the Expo City and Expo Center in Sharjah, and we are expecting to have at least about 5,000 participants from across the Emirates, but mostly from Sharjah. വനിതകളും വിദ്യാർത്ഥികളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പരിപാടിയുടെ ഭാഗമായി. I like yoga, so that's the main reason I came here. I really like to do many yoga poses and all, like duo poses. I really want to try yoga for the first time, so I hope I like it.
യോഗയെ അറിഞ്ഞ് മനസ്സിലാക്കിയുമാണ് ഇവിടെ എത്തി ഓരോരുത്തരും മടങ്ങിയത്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. പുത്തൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ശുഭദിനം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ചെറിയ ഇടവേള ശേഷം ലൈവ് റിപ്പോർട്ട്സിലേക്ക് കടക്കും. നമസ്തേ.